ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ വെബിനാറിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് അതത് മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മളുമായിട്ട് സംസാരിക്കുകയും സംവദിക്കുകയും നമ്മുടെ നോളജുകളെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയും അതിലൂടെ നമ്മളുടെ ഒരു കരിയറിൽ കൂടുതൽ കോൺഫിഡൻസും കൂടുതൽ മുന്നേറ്റവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വെബിനാർ സീരീസിന്റെ ഉദ്ദേശം. സൈക്കോതെറാപ്പികൾ, അതേപോലെ തന്നെ കൗൺസിലിംഗ് സെഷനുകൾ, ഡിസോർഡറുകൾ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ ചിൽഡ്രൻ എന്നുള്ളതാണ്. കുട്ടികളുടെ മാനസിക പിരിമുറുക്കം, അവരുടെ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. വിംബിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് ലീഡ് ചെയ്യുന്ന ഡോക്ടർ യൂനിസ് സാറാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി ഇൻ മാരേജ്, അതേപോലെ തന്നെ ആർട്ട് ഓഫ് പാരന്റിങ് തുടങ്ങിയിട്ടുള്ള വിംബിൾ അക്കാദമിയിലെ വർക്ക്ഷോപ്പുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ യൂനിസ് സാറാണ്. ഡോക്ടർ യൂനിസ് സാറ് എടപ്പള്ളിയിലുള്ള മിറ്റേര ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗിൽ, അതേപോലെ തന്നെ മെന്റൽ വെൽനെസ് മേഖലയിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതേപോലെ തന്നെ കൗൺസിലിംഗ് സെഷനുകൾ എടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ യൂനിസ് സാർ ഇന്ന് കുട്ടികളിലെ മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇവിടെ ചർച്ച ചെയ്യും. അപ്പൊ എല്ലാവരും അതിന്റെ ആദ്യാവസാനം പങ്കാളികളാവുക. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന ഡോക്ടർ യൂനിസ് സാറിനെ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഡോക്ടർ യൂനിസ് സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുടെ സ്ട്രെസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഓൾറെഡി നമ്മൾ പാരന്റിങ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. സോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. കുട്ടികളുടെ ഉള്ളില് പലതരത്തിലുള്ള സ്ട്രെസ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. കുട്ടികൾ ഉണ്ടാകുന്ന സ്ട്രെസ് എന്താണെന്നുള്ളതും എങ്ങനെയാണത് മാതാപിതാക്കൾ അത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പലതരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഇന്ന് കാണാം, അല്ലെ? പക്ഷെ സ്ട്രെസ്സിന്റെ ടൈപ്സും എന്തൊക്കെയാണ് സ്ട്രെസ് എന്നുള്ളതും അതിന്റെ ഡെഫിനിഷൻസും അല്ല നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സ്ട്രെസ് വരുന്നത്? ചെറിയ കുട്ടികൾ മുതൽ എല്ലാ കുട്ടികളിലേക്കും ഒരു 14 വയസ്സ് വരെയുള്ള ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മേലേക്കുണ്ട് ഒരു ഏർലി അഡൽട്ട്ഹുഡ് വരെയുള്ള ഒരു പീരിയഡിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഇത്രയും സ്ട്രെസ് ആവുന്നത്, അല്ലെങ്കിൽ മുമ്പത്തെ കാലത്തുള്ളതിനേക്കാളും എന്ത് മാറ്റങ്ങളാണ് ഇന്നത്തെ ജനറേഷനിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനൊക്കെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമുക്ക് എപ്പോഴും പ്രോബ്ലംസ് മാത്രം പറഞ്ഞാൽ പോരാ, എപ്പോഴും എഫക്റ്റിനെ പറ്റി മാത്രം സംസാരിച്ചാൽ പോരാ, അത് എന്തുകൊണ്ട് വരുന്നു, കോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ എപ്പോഴും പലപ്പോഴും സംസാരിക്കാൻ മറന്നു പോകാറുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്, സ്കൂളിൽ പോകുന്നില്ല, ഭയങ്കര കരച്ചിലാണ്, അതുപോലെ ഭക്ഷണം കഴിക്കുന്നില്ല, ഇരുട്ടിനോട് ഭയങ്കര പേടിയാണ്, എന്തെങ്കിലും ചെറുതായിട്ട് ചീത്ത പറയുമ്പോഴേക്കിന് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് ഒന്ന് കടുപ്പിച്ച് പറയുമ്പോഴേക്കിന് ഭയങ്കരമായ തേങ്ങലടിച്ച് കരഞ്ഞ് പാനിക് ആവുന്നു. ചെറിയ നെട്ടല് വരുമ്പോഴേക്കിന് കുട്ടി പെട്ടെന്ന് വിറയൽ വരുന്നു. രാത്രി സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ദുസ്വപ്നം കാണുകയും ഉറക്കം ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കുട്ടികളിൽ ഇത്രത്തോളം ഡിസ്റ്റർബൻസ് വരുന്നത്? യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് വരേണ്ട ഒരു ആവശ്യമില്ല, അല്ലെ?
പുറമേ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കുട്ടികളിലെ ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് വരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും മാതാപിതാക്കൾ പാരന്റിങ്ങിലൊക്കെ പല ആളുകളും പറയുന്നത് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വാശിയായിട്ടും അനുസരണ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പൊതുവെ പറയുക. അതിനൊക്കെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് പറഞ്ഞാലും പേടിയാണ് എന്നുള്ളത്. പേടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അനുഭവിക്കുന്ന പേടിയല്ല കുട്ടികളുടെ സിംറ്റംസ് ആയിട്ട് കാണാം. കുട്ടികൾ പേടിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഭയങ്കരമായ ഇറിറ്റബിലിറ്റി ആയിരിക്കും, ഇടക്കിടക്ക് ഇങ്ങനെ കരയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു സിക്നസ് പോലെ, ഒരു ഹോം സിക്നസ് പോലെ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ പൊസസീവ്നെസ് പോലെ, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെന്റ് പോലെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികൾ അത് സൈൻ ആയിട്ട് കാണിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പേടിക്കുന്ന പോലെ ഭയങ്കര ഫോബിയ വരുമ്പോൾ ഇരുട്ടിനെ പേടിക്കുമ്പോഴേക്കും നമുക്കൊരു പേടി ഉണ്ടാവില്ലേ? ആ ഒരു പേടി എല്ലായിരിക്കും, ആ പേടി ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികൾ അത് പുറത്തോട്ട് കാണിക്കുന്നത് പലതരം സൈനുകളായിരിക്കും. അപ്പൊ ആ സൈനുകൾ നമുക്ക് പലപ്പോഴും എല്ലാ കുട്ടികളിലും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇറിറ്റബിലിറ്റി, മൂഡ് സ്വിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടമില്ലാണ്ടാവുക, സംസാരിക്കാൻ പേടിയായിക്കൊണ്ടിരിക്കുക, നാലാളെ കാണുമ്പോഴേക്കും ഒരു ടെൻഷനും ബേജാറും പേടിയും ഒക്കെ വരിക, അല്ലെ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് കുട്ടി ഉള്ളിൽ വലിഞ്ഞിരിക്കുക, കുട്ടി പുറത്തോട്ട് ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് കാണിക്കുക, ഭയങ്കര ഫ്രസ്ട്രേഷൻ കാണിക്കുക, ഒരു 2-3 ആൾക്കാർ കുട്ടിയോടൊന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലാണ് നമ്മൾ പേടിനെ കുട്ടികളിലൂടെ കാണാം. അപ്പൊ യഥാർത്ഥത്തിൽ കുട്ടിയിലേക്ക് ആ ഒരു പേടി എങ്ങനെ വരുന്നത്? ജനിച്ചു വീഴുന്ന കുട്ടിയിൽ തന്നെ പേടി വരുന്നുണ്ടോ? സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻഷൻ ആണ് എന്ന് പറയുമ്പോഴും സ്ട്രെസ് എന്നുള്ള വാക്കിന്റെ എന്തൊക്കെയാണ് അർത്ഥങ്ങൾ വരുന്നത്? നമ്മളെ ആങ്സൈറ്റി ഇൻ ചിൽഡ്രൻ എന്നുള്ളതും ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നതും സ്ട്രെസ് ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ? ആങ്ഷ്യസ് ആവുക, ആങ്സൈറ്റി നമ്മൾ പൊതുവെ നമുക്ക് പേടി എന്ന് പറയാം അല്ലെ? സാധാരണ പേടിയല്ല, ഒരു പേടി ഇൻ അബ്നോർമൽ വേ അല്ലെ? നമുക്കൊരു അബ്നോർമൽ വേയിലൂടെ പേടി ഫീൽ ചെയ്യുക, അതാണ് ആങ്സൈറ്റി. നമുക്കൊരു പേടി ഫീൽ ചെയ്യുന്നത്, ഞാൻ ഈ ആങ്ഷ്യസ് ആവുക എന്ന് പറയുന്നതിന് പലപ്പോഴും ഒരു ഉദാഹരണം പറയാറുള്ളത്, നമ്മുടെ കയ്യിലൊരു കുട്ടിയുണ്ട്, ഒരു കുഞ്ഞുണ്ട് നമ്മുടെ കയ്യിൽ, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഫോണും ഉണ്ട്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫോണ് കയ്യിൽ നിന്ന് സ്ലിപ്പായി തറയിലേക്ക് വീഴുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു സിസ്റ്റം, നമുക്കുണ്ടാവുന്ന ഒരു പേടി, നമുക്കുണ്ടാവുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലേ? നമ്മൾ ആ കയ്യിൽ നിന്ന് വീഴുമ്പോഴേക്കും പെട്ടെന്ന് അത് പിടിക്കാൻ പോവുകയും ആ താഴെ വീണു എന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുക. കാരണം അത് പൊട്ടിയിട്ടുണ്ടാവുമോ, എന്താ സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള അറിയാത്തതിന്റെ ഒരു ചെറിയ ടൈമിൽ നമുക്ക് ഭയങ്കരമായ ഒരു പേടി ഫീൽ ചെയ്യും അല്ലെ? അതേപോലെ തന്നെ ആ കുഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്, ഫോൺ നോക്കി, അത് ഒരു സംഭവം നമ്മൾ ഫോൺ വീഴുന്നതും, രണ്ടാമത്തെ ഒരു അനുഭവമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞ് കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴോട്ട് വീഴാണ്. അപ്പോഴും നമുക്ക് ഇതേപോലത്തെ ഒരു ഡിഫൻസ് മെക്കാനിസവും ഭയങ്കരമായ ഒരു പേടിയും ടെൻഷനും ഉണ്ടാവും. ഈ രണ്ട് സംഭവങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് കുഞ്ഞ് വീഴുന്ന അല്ലെങ്കിൽ വീഴുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റിയും അല്ലെങ്കിൽ ഒരു പേടിയും, ഫോൺ വീഴുമ്പോൾ താഴോട്ട് വീഴുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു പേടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ആങ്സൈറ്റി എന്ന് പറയുന്നതിന്റെ, ഒരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഫോൺ താഴോട്ട് വീഴുന്ന സമയത്ത് നമുക്ക് കുഞ്ഞ് താഴോട്ട് വീഴുന്ന പോലത്തെ അനുഭവം ഫോൺ വീഴുമ്പോൾ ഫീൽ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു കാര്യത്തെ നമ്മൾ പേടിക്കുന്നത് സാധാരണഗതിയിൽ അതിനെ പേടിക്കേണ്ട രീതിയിലല്ലാതെ അതിൽ കൂടുതൽ, സാധാരണ ഒരു പേടിനേക്കാളും ഒരു 5 മടങ്ങോ 10 മടങ്ങോ അളവിൽ നമ്മൾ അതിനെ പേടിക്കുമ്പോഴാണ് അത് ആങ്സൈറ്റി ഡിസോർഡർ ആവുന്നത്. അപ്പൊ ഒരു ആങ്സൈറ്റി ഡിസോർഡർ, നമ്മളിപ്പോ എല്ലാവരും ആങ്ഷ്യസ് ആവുക, ഭയങ്കര ആങ്സൈറ്റി ആണല്ലേ, ടെൻഷനും ആങ്സൈറ്റി എന്നാ പറയാ, പേടിക്കും ആങ്സൈറ്റി എന്നാ പറയാ. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ അത് മലയാളത്തിലൊരു വാക്ക് ഉത്കണ്ഠ എന്നുള്ളതിലാണ് നമ്മൾ ആങ്സൈറ്റിനെ പറയുന്നത്. പേടിയും ഉത്കണ്ഠയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ആ ഒരു ആങ്ഷ്യസ് ആവുക, അളവിൽ കൂടുതൽ ഒരു കാര്യത്തെ പേടിക്കുമ്പോൾ നമുക്ക് ആങ്സൈറ്റി ആണ്. അളവിൽ കൂടുതൽ നമ്മൾ ഒരു കാര്യത്തിൽ സങ്കടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ആ അളവിൽ കൂടുതൽ നമ്മൾ അതിനെ മൂഡ് ഓഫ് ആവുന്ന സമയത്ത്,
അളവിൽ കൂടുതൽ നമ്മൾ അതിനെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള, അതായത് ഏത് അനുഭവം ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിന് ഓവർ ആയിട്ടുള്ള ലോഡ് കൊടുക്കുക എന്നുള്ളതാണ് സ്ട്രെസ് എന്നത് ഉദ്ദേശിക്കുന്നത്. ഒരു ഓവർലോഡഡ് ഇമോഷൻ, ഏത് ഇമോഷനും ഓവർലോഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രെസ്സാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ സ്ട്രെസ്സിനെ ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിന് നമ്മൾ പലപ്പോഴും ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാറുള്ളത്, 10 കിലോന്റെ കല്ല് നമുക്ക് പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 50 കിലോന്റെ കല്ല് കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, ജീവിച്ചുകൊണ്ടേയിരിക്കുക. യഥാർത്ഥത്തിൽ ആ കല്ല് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ബോധ്യത്തിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കല്ല് നമ്മുടെ ഒരു കൂടെയുള്ള സഹയാത്രികനാണ്. ഈ ജീവിതകാലം മൊത്തം ഇത് എന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇന്റൻസിറ്റിയിലാണ് അതെന്നെ എന്റെ ഇമോഷൻസിനെ ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാതെ ആ ഒരു കാര്യത്തെ ഞാൻ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ട്രെസ് ആണ് ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ബാധിക്കുന്നത്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിപ്രഷൻസിന്റെ സിംറ്റംസ് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രെസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഡെയിലി എല്ലാവരും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി. ആ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമുക്ക് നന്നായിട്ട് സങ്കടം ഫീൽ ചെയ്യും, അല്ലേ? ഒരുപാട് സങ്കടം ഫീൽ ചെയ്യും, ഒരുപാട് കുറ്റബോധം തോന്നും. ചിലപ്പോൾ ആ ആളടുത്ത് നമുക്ക് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വെറുപ്പ് മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അതിന്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അയാൾ മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും, ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യും. ആ ഒരു സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ 1, 2, 3 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കിന് അതിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും ഒരു 6-7 ദിവസം കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു റിഗ്രറ്റും ഉണ്ട്, ആ ഒരു ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത മുറിവ് കാരണം അത് നമ്മളെ എന്നും ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അച്ഛനായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവും, അമ്മയായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവും, ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുപ്പുള്ള സുഹൃത്തായിരിക്കും. സോ ആ ഒരു കാരണം കൊണ്ട് പലപ്പോഴും നമ്മൾ ചില ആളുകൾ, ഇപ്പൊ ഈ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആള് വന്നിട്ട് പറയുണ്ടായിരുന്നു, എനിക്ക് 2-3 ദിവസം കഴിഞ്ഞ എക്സാം ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണെന്നറിയാം, സാധാരണ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റാറുണ്ട്, പക്ഷെ എന്താ ഇപ്പൊ എനിക്ക് അറിയില്ല, ഈ അടുത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ സ്ട്രെസ് ഉണ്ടാക്കുന്ന അനുഭവങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് എക്സാമിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓഫ് ആവുന്നത്. പക്ഷെ ഇതേപോലെ ഇയാൾ ഒരു 1 മന്ത് മുമ്പ് എൻ്റെ അടുത്ത് വന്ന സമയത്ത്, ഒരു വേറൊരു അസുഖത്തിനുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഒരു അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞത് അതെന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അതായത് ഇയാളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരണപ്പെട്ടു, പെട്ടെന്നാണ് മരിച്ചത്, ഭയങ്കര ഷോക്കാണെന്നൊക്കെ ഇയാൾ പറയണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത് ഓർമ്മയിൽ വരാറുണ്ടോ ചോദിച്ചു. അത് ശരിയാണ്, അത് ഓർമ്മയിൽ വരാറുണ്ട്. എടുത്ത പാടെ തന്നെ അയാൾ പറയുന്നത് ശരിയാണ്, ഈ ഒരു 1 മന്ത് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ആ മരണപ്പെട്ടതിന്റെ ഷോക്കും സങ്കടങ്ങളും ഒക്കെ ഇയാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ആ ഇമോഷൻ അയാളെ ഹോണ്ട് ചെയ്യുന്ന രീതിയാണ് സ്ട്രെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ സ്ട്രെസ്സിന് ചിലപ്പോൾ നമുക്ക് മൂഡ് ഓഫ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള വിഷയങ്ങളെയാണ് നമ്മൾ സ്ട്രെസ്, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അതല്ല നമ്മുടെ ടോപ്പിക് എങ്കിലും ഇത് കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇത്? നമ്മളൊരു സാധാരണ പേടി മാത്രമല്ല, അവരുള്ളിലും അവർ മറന്നുപോയ ഒരുപാട് മുറിവുകൾ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലേ, കുട്ടിയുടെ ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെയും വേദന ഒരേ അളവിലാണ്, ഒരേ രീതിയിലുള്ള വേദനകളാണ് അവരുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇമോഷൻസിന് വാല്യൂ ചെയ്യാൻ നമ്മൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ഓരോ ഇമോഷൻസും അവർക്കൊരു മുറിവായിട്ട് മാറി തുടങ്ങും. ആ മുറിവുകളാണ് അവരെ ഹോണ്ട് ചെയ്യുക. ആ മുറിവുകളിലൂടെയാണ് അവർക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലാണ്ടാവുക, സംസാരിക്കാൻ താല്പര്യം കുറഞ്ഞു പോവുക, ഭയങ്കരമായ ആക്റ്റീവായ കുട്ടികൾ പെട്ടെന്ന് ആക്റ്റീവ് കുറഞ്ഞു പോവുക, സ്കൂളിൽ ഭയങ്കര പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ പെട്ടെന്ന് പഠനം കുറഞ്ഞു പോവുക, എന്നും ഭയങ്കര സംസാരിക്കുന്ന കുട്ടികൾ സംസാരം കുറഞ്ഞു പോവുക, എന്നും പുറത്തോട്ട് കളിക്കാൻ പോകുന്ന കുട്ടികൾ ആ ഒരു കളികൾ കുറച്ചു കൊണ്ടുവരിക. ഇങ്ങനെ പല സൈനുകളായിട്ട് നമുക്ക് കാണും.
അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രെസ് എന്ന് പറയുന്നത് സാധാരണ ഉള്ള പേടികളോ കാര്യങ്ങളോ അല്ല. അത് ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഡെയിലി എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാക്കുക, പേടി കാണിക്കുക, ഇത് മാത്രമല്ല സ്ട്രെസ്. ഇതൊക്കെ സ്ട്രെസ്സിന്റെ എഫക്റ്റുകളാണ്. ആ സ്ട്രെസ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ആ ഇമോഷൻസിനെ ഹേർട്ട് ആയതിന്റെ ഭാഗമായിട്ട് അവര് ഉണ്ടാകുന്ന എഫക്റ്റുകളാണ് വാശി പിടിക്കുക, ഇറിറ്റേഷൻ കാണിക്കുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണിക്കുക, ആളുകളുടെ ഇടയിലോട്ട് പോവാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, അക്കാഡമിക് ലെവൽസ് കുറഞ്ഞുകൊണ്ട് പോവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടുന്ന് അത് തുടങ്ങുന്നത് എന്നുള്ളത്. അതായത് യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്ലാസ്സുകളിൽ പലപ്പോഴും എന്റെ ക്ലാസ്സുകൾ കേട്ട എല്ലാവർക്കും അത് അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ തന്നെ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ഇമോഷൻസിനെ നമ്മൾ വാല്യൂ ചെയ്യാറില്ല സാധാരണ, അല്ലെ? അത് ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിയോട് ഇപ്പൊ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത കുട്ടികളുടെ നമ്മൾ പലതും പറയാറുണ്ട്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും കുട്ടികളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ക്ലിയർ ആണ്. ഒരു പ്യുവർ എനർജി ആയിട്ട് നല്ലൊരു പ്യുവർ സോൾ ആയിട്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന ആ കുട്ടിയിലേക്ക് നമുക്ക് പ്യുവർ ആയിട്ട് അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങള്, സംസാര രീതികള്, അച്ഛനമ്മ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒരു മക്കള് തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മക്കളോട് പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ, മക്കളോട് പാർഷ്യാലിറ്റി കാണിക്കുന്ന അച്ഛനാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് പാരന്റ്സിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങളാവാം, കെയർ ഗിവേഴ്സ് ആയിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് അനുഭവങ്ങളാവാം. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പല വിശ്വാസങ്ങളിലൂടെയാണ് കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് വളരുന്നതിലൂടെ പല രീതിയിലുള്ള കമ്പാരിസൺസ്, പൊസസീവ്നെസ്, ഓവർ എക്സ്പെക്ടേഷൻസ് ഇതെല്ലാം പാരന്റ്സ് കൊടുക്കാറുണ്ട്, അല്ലെ? ഇപ്പോ ഒരു ഒരു കമ്പാരിസന്റെ കാര്യം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതലേ കമ്പയർ ചെയ്തു. ആ കുഞ്ഞ് എങ്ങനെയാണോ ജനിക്കുന്നത് ആ ജനനം മുതൽ കയ്യിലോട്ട് കിട്ടുന്നത് മുതൽ മുടിയുടെ അളവ് വെച്ചിട്ടും നിറത്തിന്റെ അളവുകോലുകൾ വെച്ചിട്ടും ശരീരത്തിന്റെ ഘടനകൾ വെച്ചിട്ടും ആ കുട്ടിയെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വാല്യൂ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയെ പലപ്പോഴും മറ്റുള്ള കുട്ടികളായിട്ട് അത്ര മുടിയില്ലല്ലോ, അത്ര നിറമില്ലല്ലോ, അത്ര വണ്ണം ഇല്ലല്ലോ, അല്ലെങ്കിൽ വണ്ണം ഒരുപാട് കൂടിപ്പോയല്ലോ, എങ്ങനെ ഇത് പ്രസവിച്ചത്, ഇങ്ങനെ പല ആശങ്കകളായിരിക്കും മറ്റുള്ളവർ ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു എനർജിയാണ് കുഞ്ഞ് ജനിക്കും മുതൽ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുറവുകൾ ആ കുട്ടി കേൾക്കുന്നത് പല സൈഡുകളിൽ നിന്നായിരിക്കും. ചിലപ്പോ ഏറ്റവും അടുത്ത് നിന്നുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ തീരെ കുട്ടിയായിട്ട് ഇല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെ പല ആളുകളിൽ നിന്ന് കുട്ടിയിലേക്ക് പല തരത്തിലുള്ള എനർജികൾ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് ഈ കുട്ടീന്റെ ഉള്ളില് ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ കുഞ്ഞുനാൾ മുതലേ ആ കുഞ്ഞ് എണീറ്റ് നടക്കുന്നതും നോക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഒരു പ്യുവർ എനർജിയിലാണ്. പക്ഷെ ആ ഒരു പ്യുവർ എനർജിയിലോട്ട് നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, എന്താണ്, എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിനനുസരിച്ചിരിക്കും കുട്ടികളുടെ കോഗ്നിറ്റീവായ ബിഹേവിയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഒരു 3 വയസ്സാകുമ്പോഴാണ് സാധാരണ രീതിയിൽ കോഗ്നിഷൻ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 വയസ്സൊക്കെ ആയി 4-5 വയസ്സൊക്കെ ആവുന്നതിലൂടെ കുട്ടിയുടെ ഒരു കോഗ്നിഷൻ ലെവലുകളൊക്കെ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കുട്ടിയിലേക്ക് അന്ന് കിട്ടിയ പല അനുഭവങ്ങൾ, അതിൽ നെഗറ്റീവ്സ് ആണെങ്കിൽ ആ നെഗറ്റീവ്സ് ആയിരിക്കും കുട്ടി റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ മാതാപിതാക്കൾ പൊതുവെ ഒരു സംസാരിക്കുന്ന രീതിയിൽ എന്താണ് പേടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ല ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അത് പേടിപ്പിച്ചുകൊണ്ട് പറയുന്നതുണ്ടാവും. ചെറിയ തെറ്റുകൾ കാണുമ്പോൾ ഭയങ്കരമായ ആങ്ഷ്യസ് പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ഇത് തുടങ്ങുന്നത്. അതായത് ആ മാതാപിതാക്കളിൽ തന്നെ പലതരത്തിലുള്ള സ്ട്രെസ്സും പലതരത്തിലുള്ള ആങ്സൈറ്റികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സൈഡിലുള്ള ഡിപ്രഷൻസ് ഉണ്ടാവും, പല ഭാഗങ്ങളിൽ ആങ്സൈറ്റികൾ ഉണ്ടാവും, പല ഭാഗങ്ങളിൽ ആ ഒരു പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഇതെല്ലാം കൊണ്ടിങ്ങനെ നടക്കുന്ന അച്ഛനമ്മ. ഈ അച്ഛനമ്മയും പിന്നെ മക്കൾക്ക് എന്താ കൊടുക്കാനുണ്ടാവുള്ളൂ? അവരുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അവരവരുടെ കയ്യിലുള്ള ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ എന്നാണോ നമ്മളുടെ ഒരു ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം, കാരണം എനിക്ക് കഴിവില്ല, എനിക്ക് അതിനെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോ ഇനി അത് കുട്ടിയിലൂടെ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിലൂടെ അതെനിക്ക് കാണാൻ പറ്റണം, ലോകത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് പറ്റണം എന്നുള്ള പല എക്സ്പെക്ടേഷൻസിലൂടെയൊക്കെയാണ് പലപ്പോഴും മാതാപിതാക്കളുടെ പലതരത്തില്. അതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പലപ്പോഴും നമ്മളൊന്നും അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോഴും കുറെയൊക്കെ നമ്മൾ നമ്മുടെ പാസ്റ്റിലോട്ട് പോയിട്ട് നമ്മളുടെയൊക്കെ ഒരു ഓൾഡ് പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്.
നമ്മളുടെ ഒരു ഓൾഡ് പാരന്റിങ് സ്റ്റൈൽ എങ്ങനെയാണ്? നമ്മൾ ജനിച്ച സമയത്ത് നമ്മളിൽ നമ്മുടെ അച്ഛനും അമ്മയും തന്ന ഒരു പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്. അതാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മളുടേതായ ഒരു പാരന്റിങ് സ്റ്റൈൽ. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. ഇത് നമ്മളായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഈ തരത്തിലുള്ള പാരന്റിങ് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുക. കാരണം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എന്ത് പാരന്റിങ് ആണോ തന്നത്, അത് ഭയങ്കര നല്ല പാരന്റിങ് ആണോ, സോ നമ്മളും കുട്ടികളിലേക്ക് നല്ല പാരന്റിങ് ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്ന പാരന്റിങ് നല്ലതല്ല, നമുക്ക് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ഒരുപാട് കുറവുകൾ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ പറ്റി നമുക്കൊരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പാസീവ് അഗ്രഷൻ അല്ലെ, മക്കളെ ഇപ്പോ എപ്പോഴും അച്ഛനമ്മമാരെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മര്യാദയ്ക്ക് നോക്കാത്തോണ്ടല്ലേ, ഞാൻ അന്നേ അങ്ങനെ ചെയ്തതല്ലേ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആവുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന കുട്ടികളുണ്ട് അല്ലെ, മാതാപിതാക്കളെ. അതായത് ഒരു പാസീവ് അഗ്രഷൻ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നൊക്കെയോ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതി കുട്ടികളിൽ ജനിച്ചു തുടങ്ങും. അത് പാരന്റ്സിലേക്ക് ഇങ്ങനെ പോയി. നമ്മളും അങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളില് നമ്മുടെ പാരന്റ്സിനോട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അച്ഛനമ്മമാർക്ക് അവരുടെ അച്ഛനമ്മമാരോട് അത്തരം ഒരു അഗ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ മക്കളെ പറ്റി അച്ഛനമ്മമാരെ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു എനർജി തന്നെയാണ് നമ്മൾ കുട്ടികളിലേക്കും നമ്മൾ കൊടുക്കുക. കാരണം ആ ഒരു പാരന്റിങ് സ്റ്റൈൽ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അവര് നമ്മളെ എങ്ങനെയാണോ നോക്കിയിട്ടുള്ളത് അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളെ മക്കളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ജനറേഷനിലും ഇന്നത്തെ ടെക്നോളജിക്ക് യൂസ് ചെയ്ത് കുറെ മാറ്റങ്ങൾ ഉണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരേ തോട്ടാണ് പ്രോസസ് ചെയ്ത് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാ വെച്ചാൽ നമ്മൾ അത് റിയലൈസ് ചെയ്യുമ്പോൾ, ഓക്കെ, ഞാൻ എന്റെ ഉള്ളിലുള്ള ദേഷ്യവും സങ്കടങ്ങളും മാറ്റാണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കൃത്യമായിട്ട് വളർത്താൻ പറ്റില്ല. അതൊരു റിയലൈസേഷനാണ്. എനിക്കൊന്നും കഴിയുന്നില്ല, എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് ഞാൻ പറയാതെ എനിക്കെല്ലാം പറ്റുന്ന ഒരാളാക്കി എന്നെ മാറ്റിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തണം. ഞാൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജോലി ഒഴിവാക്കുന്നു. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കുടുംബത്തിൽ മാത്രമേ ഇരിക്കുന്നു. എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ ആഗ്രഹങ്ങൾ ഒഴിവാക്കുന്നു. എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പൈസ സമ്പാദിക്കാന്നല്ലാതെ അത് ഏത് രീതി എന്നുള്ളത്, ഏത് മാർഗേനെ, അതിപ്പോ ഈ പറഞ്ഞ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ലഹരി വിറ്റിട്ടാണെങ്കിലും കഞ്ചാവ് വിറ്റിട്ടാണെങ്കിലും നല്ല പൈസ ഉണ്ടാക്കണം എന്നുള്ള ബോധത്തിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക. അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവായ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതന്നെയാണ് നമ്മൾ കുട്ടിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഇത് ഒരു ചിന്തകളാണ് ഇതിൽ ഏറ്റവും ഫസ്റ്റത്തെ ഭാഗം ചിന്തകളാണ്. അപ്പൊ കുട്ടിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജിയിൽ ആ ഒരു എനർജിയിൽ എന്താണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ബോധ്യമാണ് മാതാപിതാക്കൾക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, എന്റേതും എന്റെ ഭാര്യയുടെയും ലൈഫ് എങ്ങനെയാണ്, ഞങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം തെറ്റുകൾ ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവർ ദ്രോഹിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം, ഞാനൊന്നും തടി അല്ലെങ്കിൽ പണിയെടുക്കാതെ മറ്റുള്ളവരെ യൂസ് ചെയ്തുകൊണ്ട് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പാരസൈറ്റ് ഒക്കെ പോലെ അല്ലേ, മറ്റുള്ളവരിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എന്റെ കൂടെയുള്ള കൊളീഗ്സ് ഉണ്ടെങ്കിൽ അവരെ പണിയെടുപ്പിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി, മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ചിട്ടും ചതിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചിന്തകളിലൊന്ന് അനലൈസ് ചെയ്യാൻ കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ എവിടെ നിന്നാണ് നമുക്ക് ദേഷ്യം വരുന്നത്, നമുക്ക് വെറുപ്പ് വന്നിട്ടുള്ളത്, നമുക്ക് ഈഗോ ഹേർട്ട് ആയിട്ടുള്ളത്. ഭാര്യ ഭർത്താവ് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഭയങ്കര ഈഗോ ക്ലാഷ് വരുന്നുണ്ടോ? സോ അത് കുട്ടികളിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് പ്രോസസ് ചെയ്യുന്നുണ്ടാവുക? കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ട്. ചെറുപ്പം മുതലേ കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ കേസിലും നമുക്കിപ്പോ കൗൺസിലിംഗ് ചെയ്യുന്നതിൽ എത്ര പേരുണ്ടെന്ന് തന്നെ അറിയില്ല. ഒരുവിധം കൗൺസിൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഈ കപ്പിൾ കൗൺസിലൊക്കെ ചെയ്യുന്ന ആളുകളിൽ കുട്ടികളെയും കൂടെ കൗൺസിൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പാരന്റ്സിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഒരു 5 വയസ്സ് 6 വയസ്സ് മുതലേ കുട്ടികളിൽ പലതരത്തിലുള്ള സിംറ്റംസ് കാണിക്കും. സ്ട്രെസ് ഡിസോർഡേഴ്സ് കാണിക്കും, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് കാണിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവര് തമ്മിലെ ചിന്തകളാണ് ഒന്നാമത്തെ കാര്യം. ഇവര് ചിന്തകളാണ് ഇവർ പ്രോസസ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഇയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ കുറ്റപ്പെടുത്തൽ, ഈ ക്രിറ്റിസിസം വരുന്നത് എവിടെ നിന്നാണ്? ഈഗോ. നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനേക്കാളും വലുതാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, ഞാൻ വളരെ ചെറുതാണ്, സുപ്പീരിയർ ആയിട്ടുള്ള ഈഗോ ആവാം, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഈഗോ ആവാം. ഏത് ഈഗോ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് അതിന് പ്രതികരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളിലാണ് ഫൈറ്റ് ഉണ്ടാവുന്നത്, ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നത്.
അങ്ങനെ ആർഗ്യുമെന്റ്സ് കുട്ടികൾ കേൾക്കുന്നതിലൂടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ എനർജി ഫ്ലോ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആർഗ്യുമെന്റ്സ്, തെറ്റിദ്ധാരണകള്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇതൊന്നുമില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കാം, ഷൗട്ട് ചെയ്യാം, എന്ത് കാര്യങ്ങളും പറയാം, എന്ത് കാര്യത്തെയും നോർമലൈസ് ചെയ്യുന്നു. അതായത് ആ ഒരു ഷൗട്ട് ചെയ്തിട്ടും ചീത്ത പറഞ്ഞിട്ടും വഴക്കുണ്ടാക്കിയിട്ടും അടിച്ചിട്ടുള്ള ആ ഒരു അനുഭവത്തെ ഇവരെന്ത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഇമിറ്റേഷനിലൂടെ ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞൊരു സാധനത്തെ നഷ്ടപ്പെടും. അപ്പൊ ഇവർക്ക് മറ്റൊരാളുടെ അനുഭവത്തെ ഫീൽ ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റാണ്ടാവും. മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളായിട്ട് ദയ തോന്നുന്നില്ല, കരുണ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് തോന്നാത്തത്? അച്ഛനും അമ്മയും തമ്മിൽ ആ ദയയും കാരുണ്യം ഒന്നും കാണുന്നില്ല. ആ ദയ, കാരുണ്യം എന്നൊക്കെ പറയുന്ന, എമ്പതി എന്ന് പറയുന്ന എല്ലാം ഇൻബിൽട്ട് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ജനിച്ച് വളർന്നപ്പോ ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളതിന്റെ ഡെമോ ക്ലാസ് ആണ് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൊണ്ട് ഇപ്പൊ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ധാരണ കുട്ടിയിലേക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ഫൈറ്റിൽ നിന്ന് കുട്ടികളിലേക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ എങ്ങനെ സംസാരിക്കാം? മറ്റൊരാളുടെ ഇമോഷൻസിന് വാല്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം അത് അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ബോധ്യം അവിടെ ബ്ലാങ്ക് ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ പറയുന്ന നാർസിസിസ്റ്റിക് ആയ ഒരു പാരന്റ്, ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ, കുട്ടികളിലും ആ ഒരു സിസ്റ്റം കാണാറുണ്ട്. പലപ്പോഴും അങ്ങനത്തെ കുട്ടികള് കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാല് അവരിപ്പോ 4 പേരുണ്ട്, ഇവര് കളിക്കാൻ പോവാണ്. കളിക്കാൻ പോകുന്ന സമയത്ത് ഈ 4 പേരിൽ 3 പേര് ഒരു കളി പറഞ്ഞു. ആ കളി കളിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ 4ാമത്തെ ആള്, അതായത് ഈ പാരന്റിങ്ങിലൂടെ വളർന്ന ഒരാള്, ഒരു നാർസിസിസ്റ്റിക് ആയ ഒരു ക്യാരക്ടറുള്ള പാരന്റിങ്ങിലൂടെ വളർന്ന ഈ കുട്ടിക്ക് ഫീൽ ചെയ്യാണ്, ഇതിപ്പോ എന്നോട് ചോദിക്കാണ്ടല്ലോ കളി തീരുമാനിച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞ കളി എന്താ ഇഷ്ടമില്ലാത്തത്? അപ്പൊ ആ കുട്ടി ഒരു കളി പറയും. ആ കളിക്ക് ഇവർക്ക് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഇവര് 3 പേരും തീരുമാനിച്ച കളി, അല്ലെങ്കിൽ 3 ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ആ കളിയായിരിക്കും ബാക്കി 3 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടി പറഞ്ഞ കളിയിലേക്ക് ഈ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഈ കുട്ടി ആ കളിയിൽ നിന്ന് മാറി. പരിഗണന കിട്ടിയില്ല, വാലിഡേറ്റ് ചെയ്തില്ല, എന്നെ അറ്റൻഷൻ എനിക്ക് തന്നില്ല. കാരണം ഈ നാർസിസിസ്റ്റ് ആയ ഒരു പാരന്റിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എന്താണെന്നുള്ള ഒരു സംഭവം അവിടെ ഇല്ല. എങ്ങനെയായിരിക്കും അവിടെ പ്രതികരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കുട്ടിയിലേക്ക് ഈ പറയുന്ന ക്യാരക്ടർ ബിഹേവിയർ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഏകദേശം എനിക്ക് വന്ന ഒരുപാട് കേസിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവമാണത്. OCD ആയിക്കോട്ടെ, ഈ പറയുന്ന PTSD ആയിക്കോട്ടെ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സിന് ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണോ കൊണ്ടുപോകുന്നത് അതേ ഒരു സ്ട്രെസ്സിന്റെ പാറ്റേൺ കുട്ടികളിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ സാഹചര്യങ്ങൾ മാറുന്നു, സറൗണ്ടിങ് മാറുന്നു, സിറ്റുവേഷൻസ് മാറുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ മാറുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല? ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്നാ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആയി സാർ. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇതാണ്, അതായത് നമ്മുടെ ഉള്ളിലേക്ക് കുട്ടിയിലേക്ക് ഈ പറയുന്ന ഒരു അച്ഛൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അച്ഛന്റെ സംസാര രീതി എങ്ങനെയാണ്, അമ്മയുടെ സംസാര രീതി എങ്ങനെയാണ്, ഇത് തന്നെയാണ് കുട്ടികളിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കല്ല, പക്ഷെ ഭർത്താവാണ് അങ്ങനെ സംസാരിക്കുന്നത്, അപ്പൊ എന്റെ രീതി എന്താ കുട്ടിയിലേക്ക് കിട്ടാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചിലപ്പോൾ അച്ഛനും അമ്മ ഉണ്ടാവും, അച്ഛന്റെ സ്വഭാവമായിരിക്കും കുറച്ചുകൂടി മോശമായിട്ടുണ്ടാവും, അമ്മ ചിലപ്പോൾ കുറച്ചുകൂടി കാമായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ ആ ഒരു ഫാമിലി ചോദിക്കായിരിക്കും, അമ്മ എന്തുകൊണ്ടാണ് എന്റെ സ്വഭാവം കൂടാതെ, ഇപ്പൊ ഒരു പോസിറ്റീവായിട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് കുട്ടിയിലേക്ക് പോകുന്നില്ല? കുട്ടി ആരോടെയാണോ കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയി കിടക്കുന്നത് അവരിൽ നിന്നുള്ള സ്വഭാവമായിരിക്കും കുട്ടിയിലേക്ക് ആദ്യം കൂടുതൽ കയറുക. അതങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത്. എവിടെയും കുട്ടി കൂടുതൽ കണക്റ്റഡ് ആയി നിൽക്കുന്നത് ആരോട്ടാണോ ആ ആളടുത്ത് നിന്ന് കുട്ടിയിലേക്ക് ആ ഒരു രീതിയിലുള്ള സ്വഭാവങ്ങൾ, ബിഹേവിയർ ചേഞ്ചസ് വരും. അപ്പൊ ഇവിടെ കുട്ടിയിലെ സ്ട്രെസ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പാരന്റ്സിന്റെ സ്ട്രെസ്സിനെ പറ്റി എന്തിനാ സംസാരിക്കുന്ന ചോദ്യം വരും. കുട്ടിയുടെ സ്ട്രെസ് എവിടുന്നാ വരുന്നത്? ഒറിജിൻ എവിടെയാണ്? കുട്ടിയിൽ നിന്നല്ല, അത് പാരന്റ്സിൽ നിന്നാണ്. അതിൽ ഒരു തരത്തിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാനുള്ള ആവശ്യമില്ല, മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായി, ഒരു പാനിക് വന്നു, അതിന്റെ ശേഷം കുട്ടി ഭയങ്കര സ്ട്രെസ്സാണ്, അപ്പോൾ അത് PTSD ആയി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളായി.
ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഇപ്പൊ നമ്മൾ ഈ അടുത്ത് തന്നെ അതിന് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതായത് കുട്ടികളുടെ ഇടയിലേക്ക് തന്നെ പാമ്പിനെയും അല്ലെങ്കിൽ അത്തരം മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് അത് പ്രത്യേകിച്ച് ഒരു പേടി ഏൽപ്പിക്കുന്നില്ല. കുട്ടികൾ അത് സാധാരണ കയ്യിലുള്ള ടോയ്സിനെ പോലെ തന്നെ കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇൻബിൽട്ട് ആയിട്ട് ജന്മന അവരുടെ ഉള്ളിൽ ഒരു സ്ട്രെസ്സോ പേടിയോ ഇല്ല. അത് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു തരത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ ആൻസിസ്റ്റോറിയൽ ആയിട്ട് നമ്മുടെയൊക്കെ എത്രയോ പഴക്കം ചെന്ന ആളുകൾ ഒരു സ്റ്റോൺ ഏജ് മുതലുള്ള മനുഷ്യന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവര് പൊതുവെ ഇരുട്ടിനെ പേടിച്ചു. കാരണം അവർക്ക് ഇരുട്ട് എന്നുള്ളത് വെളിച്ചമില്ലാണ്ട് ഇരുട്ടിനെ ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ തന്നെ ഇഴജന്തുക്കള്, പാമ്പിനെ, അതുപോലെ വലിയ വലിയ മൃഗങ്ങളെ, ഇതിനൊക്കെ പേടിയുള്ളതുകൊണ്ട് തന്നെ അത്തരം പേടികൾ നമ്മുടെ ഉള്ളിലൂടെ തന്നെ ഓരോ മനുഷ്യന്മാരെ എവല്യൂഷൻ ചെയ്തതിലൂടെ ഓരോ മനുഷ്യനും വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് അത് തെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ഒരു അടുത്ത് ഞാൻ കണ്ട ഒരു വീഡിയോ തന്നെ ഉണ്ടത്. അത് കുട്ടികളിലേക്ക് ഇത്തരം മൃഗങ്ങളെയും ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികൾ പൊതുവെ അതിനെ പ്രത്യേകിച്ച് അതിനോടൊരു പ്രശ്നമോ അത് അവിടെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നാറില്ല. നമ്മുടെ കുട്ടികളെ നമുക്കറിയാം, ചിലപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ ഒരു പാറ്റിന്റെ പേടിയായിരിക്കും. പക്ഷെ കുട്ടി ചിലപ്പോൾ അതിനെ പോയിട്ട് പിടിക്കാൻ നോക്കും. നമുക്ക് അറപ്പുള്ള ഒരു സാധനം കുട്ടി പോയി പിടിക്കാനും തിരിക്കാനും തിന്നാനും നോക്കും. കാരണം അവരുടെ ഉള്ളില് ഇത് എന്താ എന്നുള്ള ഒരു റീസണിങ്, ഒരു കോഗ്നിഷൻ, ആ ഒരു സാധനം എന്താന്ന് ആലോചിച്ച് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യത്തെ അവർക്കില്ല, ഒരു 3 വയസ്സിനുള്ളിലൊക്കെ ആണെങ്കിൽ. സോ സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെ യൂസ് ചെയ്യാം, അവർ എല്ലാ കാര്യത്തെയും എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ അതിനെ അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുന്നതിലൂടെ അവരുള്ളില് അത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഇതേപോലത്തെ സ്ട്രെസ്സുകൾ അവരുള്ളിലില്ല. പക്ഷെ ആ സ്ട്രെസ് ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്ന വേദിയിൽ പെട്ടെന്ന് നമ്മൾ ഷൗട്ട് ചെയ്ത കുട്ടി നെട്ടും, അവർ നെറ്റല് വരും. ഈ നെറ്റല് നമുക്കൊക്കെ ഉണ്ടാവുന്നത് അല്ലെ, ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു പട്ടി പോകുന്നുണ്ട്, ഒരു കുറെ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. ഉള്ള ജീവനും ചിലപ്പോൾ ഇങ്ങനെ മേലോട്ട് പോയി പോകും. അത്രമാത്രം പേടി നമുക്ക് ഉള്ളിൽ നിന്ന് വരാം. അത്ര ഡിഫൻസ് മെക്കാനിസം ആണ്. നാളെ എക്സാം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി വരും. ആ പേടി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. എന്നാലേ നമ്മൾ ബോധം അത് എടുത്തിട്ട് എന്താണോ അതിന് റെസിസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക. അപ്പൊ നാളെ എക്സാം ഉണ്ട്, പേടി വരുമ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ അത്തരം പേടികൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഡിഫൻസ് മെക്കാനിസംസ് ആണ്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ആയിട്ടുള്ള പല സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ആരെങ്കിലും പെട്ടെന്ന് പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് തന്നെ കാല് രണ്ടും പൊക്കി മേലോട്ട് വെച്ചിട്ട് നോക്കും താഴോട്ട് വല്ലതും ഉണ്ടോ എന്ന്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഉള്ളിലൊക്കെ ആ ഒരു അനുഭവം ഉള്ളതിന് കുട്ടികളിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. അതിനപ്പുറത്തോട്ട് ഇമോഷൻസിലോട്ട് ഒരു കാര്യം കുട്ടിയിലേക്ക് പോകുന്നത് അത് പാരന്റ്സിലൂടെ. കാരണം ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നതിലൂടെ ആ ഒരു ഭ്രൂണമായിട്ട് കുഞ്ഞ് വളരുന്ന ആ ഒരു ഫീറ്റസ് ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജിലും കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് തുടങ്ങുന്നു, ബ്രെയിനിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഓരോ പോയിന്റ് എത്തുന്ന സമയത്ത് ബ്രെയിനിന്റെ ഓരോ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്ത് തുടങ്ങുന്നു. അതുപോലെ തന്നെ ഇതില് ന്യൂറോൺസ്, അതുപോലെ തന്നെ സിനാപ്റ്റിക് കണക്ഷൻസ്, ഇങ്ങനെ ഓരോ കണക്ഷൻസും നമ്മൾ ബ്രെയിനിന്റെ ഓരോ ഡെവലപ്മെന്റ്സ് നടക്കുന്ന സമയത്ത് മുതലേ കുട്ടിയിലേക്ക് ഒരു എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം പലപ്പോഴും ആ ഒരു സമയത്ത് വയറ്റിലുള്ള സമയത്ത് അമ്മയുടെ സ്വഭാവത്തെ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അത് പ്രസവത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്. എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് പ്രഷർ കൂടിയാൽ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ബാധിക്കും എന്ന് പറയുമ്പോൾ അത് കുഞ്ഞിന്റെ പ്രസവത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, കുഞ്ഞിന്റെ വളർച്ചനെയും ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹോർമോൺസിന്റെ ഇംബാലൻസ് കുട്ടിയുടെ വളർച്ചനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള നമ്മുടെ ചിന്തകൾ മാറുന്നതിലൂടെ, നമ്മുടെ ഇമോഷൻസ് മാറുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺസിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുന്ന സമയത്ത് അത് കുഞ്ഞിലേക്ക് ഒഴുകുന്ന ബ്ലഡിലെയും അതിന് ന്യൂട്രിയൻസിനെയും ബാധിക്കും. അങ്ങനെ ബാധിക്കുന്നതിൽ കുട്ടിയിലെ വളർച്ചനെ അത് ബാധിക്കും. വളർച്ചനെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അവിടെ നമ്മൾ കുട്ടിയിലേക്ക് ഒഴുകുന്ന, നമ്മളിൽ നിന്ന് കുട്ടിയിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങളും മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് നല്ല ശീലങ്ങൾ ആ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിയിലേക്കും നല്ല ശീലങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപാട് നേരം വായിക്കുന്ന സ്വഭാവമുള്ളതാണെങ്കിൽ കുട്ടിയിലേക്കും ആ വായനാശീലം കുട്ടി വളർന്നു കഴിയുന്നതിലൂടെ ആ കുട്ടിയിലേക്ക് വരും. കാരണം കോൺഷ്യസ് മൈൻഡ്, നമ്മൾ പറയുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബ്രെയിനും ഹാർട്ടും മാത്രമല്ല, ഒരു ഇമ്മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള
നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ബ്രെയിനിന്റെ ഒരു സെക്കൻഡ് ഡയമെൻഷനിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് കുട്ടിയുടെ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ കുട്ടി ജനനം മുതലുള്ള കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് തന്നെ ഉണ്ടാവും. അതാണ് പിന്നെ കുട്ടി ഒരു 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ കഴിയുമ്പോഴേക്കും ഇങ്ങനെ റിഫ്ലക്ട് ആയിട്ട് വരും. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ ഇതേപോലെ ഈ ജനനം, ഈ വളർച്ചയിലൂടെ പിന്നെ ഈ കുട്ടിയിലേക്ക് പോകുന്നത് ഇങ്ങനെ എന്താണ്, ഈ എന്താ പറയാ, ജസ്റ്റ് അവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹലോ സാർ, കേൾക്കുന്നില്ലല്ലോ. ഒന്നുമില്ല, ഞാനേ അവിടുന്ന് അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ആണി അടിക്കുന്നുണ്ട്, സൗണ്ട് നല്ല വരുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റർബ് ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാരന്റ്സിൽ നിന്ന് കുട്ടിയിലേക്ക് പോകുന്നത് തുടക്കം മുതലേ, ജനനം മുതലേ ഉള്ള ചേഞ്ചസിൽ നിന്ന് പിന്നെ കുട്ടിയിലേക്ക് പോകുന്ന ബിലീഫ് സിസ്റ്റം, വിശ്വാസങ്ങളിലൂടെയാണ്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്നാ പറയുക. അതായത് ഒരു കുട്ടിയെ നമ്മൾ കളിയാക്കുന്നതിലൂടെ, ആ കുട്ടി വളർച്ചയിലൂടെ തന്നെ പിന്നെ കുട്ടിയെ കമ്പയർ ചെയ്യുന്നു. ആ കമ്പാരിസണിൽ ചിലപ്പോൾ ചേച്ചി അനിയത്തിമാരുണ്ടാവും, ഏട്ടനനിയന്മാരുണ്ടാവും, അവരെ പോലെ ആവുന്നില്ലല്ലോ, അവരത്ര നിറവില്ലല്ലോ, അല്ലെങ്കിൽ നിന്നെ എന്താണ് ഇവിടുന്ന് അല്ലല്ലോ കിട്ടിയത്, നീ ഇവിടെ കൂട്ടത്തിലുള്ളതല്ല, നിന്നെ ഇവിടെ അനാഥാലയത്തിൽ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇങ്ങനെയുള്ള പല വാക്കുകളിലൂടെയും കുട്ടിയുടെ മാനസികമായ ചിന്തകളിൽ ആ കുട്ടി ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, എനിക്കൊന്നിനും കൊള്ളൂല, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ, ഞാൻ ഇവിടെ ഉള്ള ഒരാളല്ല, ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണ് എന്നുള്ള തരത്തിലേക്കുള്ള വിശ്വാസങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങും. അങ്ങനെ തുടങ്ങുന്ന കുട്ടികൾ എപ്പോഴും, പ്രത്യേകിച്ച് ഈ നാർസിസിസ്റ്റിക് ആയുള്ള ഭയങ്കരമായ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഭയങ്കരമായ സുപ്പീരിയറിറ്റി ഉള്ള, ഭയങ്കര ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി എന്നുള്ള കുട്ടികളിലൊക്കെ ഒരു വാലിഡേഷൻ സീക്കിങ് എപ്പോഴും ഉണ്ടാവും. കാരണം അവർക്ക് എപ്പോഴും പരിഗണന വേണം. കാരണം അവർക്ക് ആ പരിഗണന വീട്ടിൽ നിന്ന് കിട്ടില്ല. എപ്പോഴും ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരിക്കും, ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ വിടുകയില്ല, എവിടേക്കും വിടൂല. അവർ ഓരോ പ്രായത്തിലും അതിന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ടല്ലേ. നമ്മളൊക്കെ പോകുമ്പോൾ മണ്ണ് മാന്തി നിൽക്കണം, മണ്ണ് മാന്തി തന്നെ നോക്കണം, ഇലകൾ പറിച്ചു നോക്കണം, ചിലപ്പോൾ അത് തിന്നു നോക്കും, ചിലപ്പോൾ അതിനെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നിലും ക്യൂരിയോസിറ്റി കാണിച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സമയത്തെ അതിന് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് മണ്ണിലോട്ട് പോകരുത്, അത് ചളി വീണ പ്രശ്നമാണ്, അത് പറിക്കരുത്, അത് തിന്നാ പ്രശ്നമാണ്, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്, എല്ലായിടത്തും ഇൻസെക്യൂരിറ്റീസ് കൊടുത്ത് ആ കുട്ടിയെ നമ്മൾ ഭയങ്കരമായ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ കുട്ടിയിലേക്ക് കൊടുക്കുക. ഇൻസെക്യൂർ ആയ ഒരുപാട് വിശ്വാസങ്ങളാണ് കൊടുക്കുന്നത്. ഇതൊന്നും ശരിയല്ല, ഇവിടെ ഒന്നും നാട് ശരിയല്ല, വീട് ശരിയല്ല, മണ്ണ് ശരിയല്ല, പുറത്തോട്ട് പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള പല റെസ്ട്രിക്ഷൻസും കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവേണ്ട പല ക്യൂരിയോസിറ്റീസിനെയും സപ്രസ് ചെയ്യാണ്, പല പഠനങ്ങളെയും സപ്രസ് ചെയ്യാണ്. നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കുട്ടിയിലുണ്ട്. നമ്മുടെ പണിയെല്ലാം ഒഴിവാക്കി 24 മണിക്കൂർ കുട്ടിയുടെ കൂടെ ഇരുന്നാൽ പോലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന് കിട്ടാൻ പ്രധാനപ്പെട്ട അറിവുകൾ നഷ്ടപ്പെടുന്ന പല അറിവുകളുണ്ട്. അത് സെൽഫ് ലേണിംഗ് ആണ്. ഞാൻ എന്നെ പഠിക്കുക എന്നുള്ളത്. അത് ഞാൻ എന്നെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞ് ജനിച്ച മുതലേ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. കുട്ടിയെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതെന്താ ഓരോന്നും പരീക്ഷണം ചെയ്തുകൊണ്ട് അവിടെ എല്ലായിടത്തും പോയിട്ട് നമ്മൾ ഇതിങ്ങനെ തിരിച്ച് അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എല്ലാ സ്പേസിനും കുട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വിടില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമില്ല. ഈ കുട്ടീനെ എടുത്തിട്ട് 10ാം ക്ലാസ് പിന്നെ കുട്ടി പുറത്തു പോകുന്നില്ല, കുട്ടികളെ സംസാരിക്കുന്നില്ല, ആണുങ്ങളോട്ട് സംസാരിക്കുന്നില്ല, സ്കൂളിൽ പോകാൻ മടിയാണ്, കോളേജിൽ പോകാൻ മടിയാണ്, പിന്നെ ജോലിക്ക് പോകുന്നില്ല, എപ്പം വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ പിന്നെ കംപ്ലൈന്റുകളാണ് പിന്നെ അങ്ങോട്ടേക്ക്. ആ തുടക്കം എവിടുന്നാണ് നോക്കേണ്ടത്? ഇതൊക്കെ കുട്ടിയിലേക്ക് വന്നത് 20-25 വയസ്സിലല്ല, അതാ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു അഡൽട്ട് പോയിന്റിൽ എത്തിയപ്പോഴുള്ള സ്ട്രെസ്സിനെ കൊണ്ടല്ല കുട്ടി ഇങ്ങനെ ആയത്.
കുട്ടി ജനിച്ച ഉടനെ പിന്നെ കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ചില സിറ്റുവേഷൻസ്, ഇന്നർ ചൈൽഡ് കോൺഷ്യസ്നെസ്സിലേക്ക് ഉണ്ടായി വന്ന പല അനുഭവങ്ങളിലൂടെ തന്നെയാണ് കുട്ടിയിൽ പല മാറ്റങ്ങളും ഉള്ളത്. കാരണം അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ ആ കുട്ടി പോകുന്നതിലൂടെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ എപ്പോഴും വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കണം. കളിക്കുന്ന സമയത്ത് കുട്ടിയെ പരിഗണിക്കണം, കുട്ടികൾ ഒരു എല്ലാവരും കൂടുന്ന സമയത്ത്, നമ്മുടെ ഫാമിലി ഒക്കെ ഉണ്ട് അങ്ങനെ ഒരാള്, എല്ലാവരും കൂടുന്ന സമയത്ത് ആ കുട്ടിയെ വല്ലാണ്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആള് പിന്നെ പോയിട്ട് റൂമിൽ പോയിരിക്കും, പിന്നെ ആൾക്കൂട്ടത്തിലൊന്നും വരില്ല. ആ വരുന്ന സമയത്ത് ഭയങ്കര കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കണം, എന്നാലേ കുട്ടി എല്ലാവരും സംസാരിക്കും. വാലിഡേറ്റ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കണം, മറ്റുള്ളവർ എന്നെ പരിഗണിച്ചുകൊണ്ടേയിരിക്കണം. അത് എവിടുന്നാ വരുന്നത്? അതൊരു 10 വയസ്സുള്ള കുട്ടിയിൽ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അത് മറ്റൊരാൾ ഈഗോ എങ്ങനെ കുട്ടിയിലേക്ക് വരുന്നു? മറ്റൊരാൾ ഇതാണ്, ഞാൻ ഇപ്പൊ ഏതോ പാരന്റിങ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാണ്, 2 പേര് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, 2 സ്റ്റുഡൻസ്, 2 പേര് ഭയങ്കര കുട്ടികളാണ്, ഒരു 6-7 വയസ്സെങ്ങാനായിട്ടുള്ള എന്റെ ഓർമ്മ. ഇവര് 2 പേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പോ ഇവര് 2 പേരും എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിന് ഒരാൾ എന്താ വരുന്നില്ല, ഒരാളെ പോകുന്നുള്ളൂ, ഒരാളെ ഉള്ളൂ. അപ്പൊ ആ ആള് ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഒരാളും പ്രോഗ്രാമിനുള്ള എന്താ വരാത്തത്? അത് വരണ്ട, അവള് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലേ എനിക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ. അപ്പോ ആള് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ബോധ്യം കുട്ടിയിൽ എവിടുന്നാ വന്നത്? അത് എന്റെ കൂടെ ഒരു ഭയങ്കരമായ മത്സര ബുദ്ധി കൊടുത്തിട്ടാണോ? അതല്ല, ഭയങ്കര ഈഗോ ഇടുന്ന കുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ കുട്ടിയിൽ ആ ഒരു തോന്നൽ, ചിലപ്പോൾ നമുക്ക് അതൊരു തമാശയായിട്ടൊക്കെ തോന്നും, കുട്ടികൾ പറയുമ്പോൾ നമുക്കൊരു തമാശ, പക്ഷെ ആ ഒരു ചിന്ത കുട്ടിയിൽ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും? കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട പല കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടിയിൽ ഈ പറയുന്ന ഓരോ വിഷയങ്ങളിലൂടെയും കുട്ടികള് പല പേടികൾ അനുഭവിക്കുന്നതിലൂടെ, പലതരത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ പോകുന്നതിലൂടെയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് അതിനുശേഷമാണ് ശരിക്കും ഈ പ്രശ്നങ്ങൾ നേരിടാൻ പറ്റാതാകുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ വാലിഡേറ്റ് സീക്ക് ചെയ്യുന്ന ഒരാള്, എപ്പോഴും പരിഗണന സീക്ക് ചെയ്യുന്ന ഒരാള്, കുട്ടിക്ക് പരിഗണന കിട്ടിയില്ലെങ്കിൽ സ്ട്രെസ് വരുവേ. അതാണ് പിന്നെ സ്ട്രെസ് വരുന്നത്. കുട്ടിക്ക് കൃത്യമായ പരിഗണന കിട്ടിയില്ല, അതുകൊണ്ട് സ്ട്രെസ് വന്നു. അപ്പൊ പരിഗണന കൊടുത്താൽ മതി, സ്ട്രെസ് മാറിക്കോളും. അതാണോ അതിന്റെ സൊല്യൂഷൻ? ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ മനസ്സിലായ, പരിഗണന കിട്ടണം എന്നുള്ള ആ കുട്ടിയുടെ വിചാരം വന്നത് എവിടുന്നാണ്? കുട്ടി ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ, ഞാൻ ഇവിടെ എപ്പോഴും അധികപ്പറ്റാണ് എന്നുള്ളൊരു തോന്നൽ കുട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കുട്ടി ഇങ്ങനെ ചോദിച്ച് മേടിക്കുന്നത്, വാലിഡേഷൻ ചോദിച്ച് മേടിക്കുന്നത്, അറ്റൻഷൻ സീക്കിംഗ് ആയി തുടങ്ങുന്നത്. അപ്പൊ ആ കുട്ടിയെ ആരെങ്കിലും അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് സ്ട്രെസ് വരും. ആ കുട്ടിയുടെ ചോയ്സ് വേറൊരാൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചോദിച്ചിട്ട് എന്തുകൊണ്ട് എന്നോട് ചോദിക്കാണ്ട് കൊണ്ടുപോയി, അങ്ങനെ പല, എനിക്ക് കൊടുക്കാനൊരു കുഴപ്പമില്ല, എന്നോടൊന്നും ചോദിച്ചാൽ പോരായിരുന്നോ, ചോദിച്ചാൽ ഞാൻ കൊടുക്കുമല്ലോ. ആ ചോദിക്കാണ്ട് എടുക്കാന്നുള്ളത് നല്ല സ്വഭാവമാണ് അല്ലേ എന്നുള്ള വേറെ കാര്യം. പക്ഷെ അതിൽ ഇത്രത്തോളം പാനിക് ആവുകയും ഭയങ്കരമായ ദേഷ്യം, പക വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സിൽ അടി നടന്നപ്പോ ഒരുത്തനെ അടിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോഴൊക്കെ എന്ത് ഇമോഷനാണ് അവരുടെ ഉള്ളിൽ വരുന്നത്? അവരാരും നോക്കാത്തതുകൊണ്ടാണോ? അവർക്ക് കൃത്യമായ ഒരു പാരന്റിങ് കൊടുക്കാത്തതാണോ? അവരെ തന്നെ പഠിക്കാത്തതുകൊണ്ടാണോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളുടെ സ്ട്രെസ്സിന്റെ കാരണം അവർക്ക് പരിഗണന കിട്ടാത്തതോ, അവരൊരുപാട് കളിയാക്കിയത് കൊണ്ടോ, സ്കൂൾ പറഞ്ഞപ്പോ പേടിച്ചതുകൊണ്ടോ, സെപ്പറേഷൻ ആങ്സൈറ്റി കൊണ്ടോ, ഇതൊന്നല്ല അവരുടെ സ്ട്രെസ്. ഇതൊക്കെ അവർക്ക് അങ്ങനെ ആവുമ്പോൾ സ്കൂളിൽ പോയ എല്ലാ കുട്ടികളും സ്ട്രെസ്സിലായിരിക്കും. നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്, നമുക്ക് ആ സ്ട്രെസ് ഉണ്ടോ എന്ന് നമ്മളൊക്കെ അന്വേഷിച്ചു നോക്കുക. എന്നെ ഒരാൾ പരിഗണിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഇരുന്ന് കരയുന്ന ഒരാളാണോ? എല്ലാവരും അങ്ങനെ അല്ലല്ലോ. കുറച്ച് ആളുകൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ? അത് എവിടുന്നാ വരുന്നത്? അവിടെയാണ് അതിന്റെ പ്രശ്നങ്ങൾ ശരിയാക്കുന്നത്. അപ്പൊ ആ പരിഗണന ആഗ്രഹിക്കുന്ന ആരോ കുട്ടിയെ കൂടുതലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ കുട്ടിയിലേക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പാമ്പറിങ് കൊടുത്ത് കുട്ടിയെ ഭയങ്കര ലാളിച്ച് വളർത്തുന്നുണ്ട്, ഒരു ഫെയിലറും അറിയിക്കാതെ. അങ്ങനെ ഡോമിനന്റ് ആവുകയും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ചില കപ്പിൾസിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് പല ഡോമിനന്റ് കാണിക്കുന്ന ഭർത്താക്കന്മാർ ചോദിക്കുമ്പോൾ, എന്റെ ഫാമിലി എന്നെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്, എന്റെ ഫാദർ അങ്ങനെയാണ്, അപ്പൊ ഞാൻ അതൊക്കെ ശരിയാണെന്ന് ധരിച്ചു വന്നു, അതാണ് പറ്റിയത്. അത്രേ ഉള്ളൂ, സിമ്പിൾ ഉത്തരമാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി, ശരിയാണ്, ഇത് ഇവിടെ തന്നെ വന്നത്. കാരണം ചെറുപ്പം തൊട്ടേ എന്റെ ഉള്ളിൽ അങ്ങനത്തെ പ്രശ്നമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എപ്പോഴും ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ലീഡർഷിപ്പ് ആവാൻ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് പോകും. വേറെ ആരെങ്കിലും കൂട്ടത്തിൽ ആരെയും നന്നായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ ആ കുട്ടിയിലുള്ളതാണ്. ആ കുട്ടിയിൽ നിന്ന് പിന്നെ അത് സ്ട്രെസ് ആയിട്ട് മാറുന്നത്, പല കുട്ടികളും പഠനത്തിൽ സ്ട്രെസ് മാറുന്നത്, കൂടുതലുള്ള കുട്ടി ചിലപ്പോൾ കൂടുതൽ മാർക്ക് മേടിച്ചതാണ്.
കൂടെയുള്ള ഒരാൾ സുഹൃത്ത് കൂടുതൽ മാർക്ക് മേടിച്ച് നല്ല അഭിനന്ദനം കിട്ടിയപ്പോ മറ്റൊരാൾക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യും. ആ സ്ട്രെസ്സിനെ നമുക്ക് ഈഗോ എന്ന് പറയാം, അല്ലെ? അത് മനസ്സിലായി ഈഗോ. പക്ഷെ ആ കുട്ടിയിൽ ഈഗോ എങ്ങനെ വന്നു, അതിന് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഈഗോ വന്നതാണ് കുട്ടിയുടെ കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയെ ഈഗോയിലേക്ക് മാത്രം മനസ്സിലാക്കിയിട്ട് ആ ഈഗോ ഇനി പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ല. ഈഗോ എവിടുന്ന് വന്നു അതിന് ട്രീറ്റ് ചെയ്യാം. ആ കുട്ടിയിലേക്ക് ഈഗോ എങ്ങനെ വന്നത്, ഈഗോ വന്നു, ഇനി വന്നതിനെ ട്രീറ്റ് ചെയ്യുക. അതല്ല, എങ്ങനെ വന്നു എന്നുള്ള ആ ഫ്ലോ ചെയ്യുന്ന എനർജിയെ കട്ട് ചെയ്യണം. ആ ഈഗോന്റെ എനർജി കുട്ടിയിലേക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ കട്ട് ചെയ്യണം. ചിലപ്പോൾ പേരൻസ് നിന്നായിരിക്കും, ചിലപ്പോൾ സറൗണ്ടിങ് വേറെ ആയാലും കുട്ടി കണക്ട് ചെയ്ത് സ്ഥിരമായിട്ട് കണക്ട് ചെയ്ത ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും. എവിടുന്നെങ്കിലും ഒരിക്കൽ ആ കുട്ടിയിലേക്ക് അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ആ ഓരോ അളവുകളും മനസ്സിലാക്കുമ്പോഴാണ് കുട്ടിയുടെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാതെ നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ ഒരു എന്താ പറയാ സാധാരണ രീതിയിലുള്ള എന്താണ് ഒരു മിനിറ്റ് ജസ്റ്റ് നമ്മുടെ നോർമൽ ടൈപ്സ് ഓഫ് ആങ്സൈറ്റീസിലൊക്കെ വരുന്ന ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, സോഷ്യൽ ഫോബിയാസ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോബിയാസ് ആയുള്ള എന്താണ് ഈ ഡാർക്കിനല്ലേ, ഇരുട്ടിനെ പേടിയാവുക, വെള്ളത്തിനോട് പേടിയാവുക, മൃഗങ്ങളോട് പ്രത്യേകിച്ച് പേടിയാവുക, ഡോഗ് പെറ്റ്സിനോടൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് മിണ്ടാതിരിക്കുക, എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴേക്കും മിണ്ടാതിരിക്കുക. അതേപോലെ തന്നെ OCPD എന്ന് പറയുന്ന ചില കുട്ടികളുണ്ട്, എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകാന് കയ്യിൽ നിന്ന് പോയിട്ടില്ല, കാല് കഴുകിയിട്ടില്ല. ഇത് ഏതെങ്കിലും സമയങ്ങൾ സ്ഥിരമായിട്ട് മാതാവോ പാരന്റ്സ് ആരെങ്കിലും സ്ഥിരമായിട്ട് കുട്ടിയെ ചെയ്യിപ്പിക്കായിരിക്കും. സ്കൂളിൽ നിന്ന് വിട്ടു വന്നാൽ തന്നെ കൈ നല്ലോണം കഴുകണം കേട്ടോ, കയ്യിൽ നിന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാവും, അതൊന്നും നല്ലോണം കഴുകണം. അപ്പൊ ഒരു വട്ടം കഴുകി കുട്ടി വന്നു, അത് ശരിയായിട്ടില്ല, ഒന്നും കൂടി കഴുകിപ്പിക്കും. അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത് കഴുകിപ്പിക്കും. കുട്ടി ഇത് പ്രോഗ്രാം ആയി തുടങ്ങും. ഇത് കുട്ടിയിലേക്ക് ഒരു പ്രോഗ്രാം ആയിട്ട് വരും. ഈ പ്രോഗ്രാം ആയി വരുമ്പോൾ കുട്ടി പിന്നെ ഇത് ഇങ്ങനെ ഹാബിറ്റ് ആയി മാറി തുടങ്ങും. പിന്നെ ഒരു 2 വർഷം 3 വർഷം കുട്ടി ഇതൊങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല, കുട്ടിക്ക് പിന്നെ അതൊരു പ്രോഗ്രാം ആവുകയും ഇത് ഹാബിറ്റ് ആയി മാറി കുട്ടിയിൽ പിന്നെ കുട്ടിക്ക് തോന്നുന്ന ഒരു ഒബ്സഷൻ വരികയാണ്, കഴുകിയിട്ട് ശരിയാവണില്ലല്ലോ. അപ്പൊ ഇത് കഴുകുന്നത് മാത്രമല്ല, കുട്ടി ഓരോ ചെയ്യുന്നതിൽ, ബുക്ക് എടുത്ത് വെച്ചോ ശരിയായോ, പിന്നെ ഉമ്മ വന്നിട്ട് വീണ്ടും ഒന്നുകൂടി നോക്കുക, പിന്നെ പോകാൻ നേരത്ത് വീണ്ടും ഒന്നുകൂടി നോക്കുക. ഇത് ഒബ്സഷൻ ഇങ്ങനെ കൊടുക്കണം, കാരണം കുട്ടി ഇത് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഈ ഇമിറ്റേഷൻ കുട്ടിയിലേക്ക് വീണ്ടും കുട്ടിയും ആ ഒബ്സഷനിലോട്ട് കൊണ്ടുവരികയാണ്. കുട്ടി വീണ്ടും നോക്കുക. നമുക്ക് ചിലപ്പോൾ ഡിസിപ്ലിൻ 3-4 വട്ടം നോക്കുമ്പോൾ എന്താ ശ്രദ്ധ, ഭയങ്കര അച്ചടക്കാന്നൊക്കെ തോന്നും. ബട്ട് ഇത് ഒരു 10 വർഷമോ 15 വർഷം കഴിയുമ്പോഴേക്കിന് അതിന്റെ സ്വഭാവം അങ്ങ് മാറും. അല്ലെങ്കിൽ കുട്ടിയിലേക്ക് അതുവരെ വരാത്ത എന്തെങ്കിലും വലിയൊരു പ്രശ്നം വരുമ്പോൾ, കുട്ടിക്ക് സൊല്യൂഷൻ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ, കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് വരുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് വേസ്റ്റ് ആവും. അങ്ങനെയാണ് ആ കുട്ടി ഒരു മനുഷ്യനിൽ, ആ കുട്ടി വളർന്ന് ഒരു അഡൽട്ടായി, ആ അഡൽട്ടിൽ നിന്നൊരു മനുഷ്യനിൽ നിന്ന് ഒരു യുവത്വമായിട്ട് മാറുന്നതിലൂടെ പിന്നെ അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് മാറി തുടങ്ങും. പിന്നെ അയാളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്നു, വിഷമങ്ങളുണ്ടാവുന്നു, പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മളിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉള്ളിലും ഇതേപോലെ ചൈൽഡ്ഹുഡിലായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അതിന് ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ, അതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗിലൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പല പ്രശ്നങ്ങള്, ചെറുപ്പം തൊട്ടേ നമ്മൾ അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം നമുക്ക് ഒരുപാട് വിശ്വാസങ്ങൾ തന്നിട്ടുണ്ടാവും. ആ വിശ്വാസങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, എന്നെ കൊണ്ട് അതൊന്നും പറ്റൂല, അങ്ങനെ വിചാരിച്ച ഒരാൾക്ക് എന്തും ചെയ്യാൻ പേടിയായിരിക്കും. അയാൾ എപ്പോഴും ജോലി മാത്രം ചെയ്യും, അയാൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പേടിയായിരിക്കും, അയാൾക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പേടിയായിരിക്കും. അത് വേറൊരാൾ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ തന്നെ അതിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ തുടങ്ങണ്ട, മറ്റാൾ തുടങ്ങിയിട്ട് കണ്ടില്ലേ അത് പൂട്ടിപ്പോയി, ഇതേ പറയുള്ളൂ, നല്ലത് പറയാൻ അറിയില്ല. കാരണം അയാളുടെ ഉള്ളിൽ തന്നെ ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, അയാൾ എന്നെ കൊള്ളൂല എന്നുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉള്ളിൽ നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മളിൽ വന്നതുപോലെ കുട്ടിയിലേക്കും അത് വരുമ്പോൾ, കുട്ടിയിൽ പിന്നെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഫെയിലറിനെ സമീപിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല, അതൊരു ബാരിയർ ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് കുട്ടിയുടെ സ്ട്രെസ് തുടങ്ങുന്നത്. ആ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ചെയ്യുന്നത്, ഒരു 7 വയസ്സ് വരെ, ഒരു 10 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളാണോ, പാരന്റ്സ് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയ ഒരു മെത്തേഡ്. പാരന്റ്സിലൂടെ മാത്രമാണ് നമുക്ക്, കാരണം പാരന്റ്സ് സ്ട്രെസ്സിലായിരിക്കും. ആ സ്ട്രെസ് മാറ്റിയെടുത്തിട്ട് കുട്ടിയുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കേണ്ടി വരും. ബിഹേവിയറൽ ചേഞ്ച് കുട്ടികൾക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പാരന്റ്സിന് കൊടുക്കാതെ കുട്ടികളിലേക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഒരു 50% മാറും, പക്ഷെ ബാക്കി 50% അവിടെ കിടക്കും. അപ്പോഴും കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറൂല, അതിന്റെ കാരണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല, കാരണം പാരന്റ്സ് സ്റ്റിൽ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രെസ് എന്ന് പറയുന്ന വിഷയം സാധാരണ ആങ്സൈറ്റി പോലെയോ പേടികൾ പോലെയോ ഡിപ്രഷൻ പോലെയല്ല സ്ട്രെസ് എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ നമ്മുടെ ഉള്ളിലുണ്ടായ അനുഭവങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഓരോ അനുഭവങ്ങളും നമ്മുടെ 5 സെൻസ് ഓർഗൻസിലൂടെ നമ്മുടെ മെമ്മറിയിലേക്ക് ഇൻഫോർമേഷൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിൽ കാണുന്നത്. ഓരോ പെർസ്പെക്റ്റീവ് നമുക്ക് വരുന്നതൊക്കെ അങ്ങനെയാണ്. ഓരോന്നിനെ കാണുമ്പോഴുള്ള പെർസ്പെക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഒരു കടലിനെ കാണുന്ന 2 പേർക്ക് ഒരാൾക്ക് ഇതൊരു ഭീകരമായിട്ടുള്ള അനുഭവമായിട്ടും ഫീൽ ചെയ്യാം, ഒരാൾക്ക് ഭയങ്കര സമാധാനമായിട്ടും ഫീൽ ചെയ്യാം. അപ്പൊ അയാളുടെ ആ ഭീകരമായിട്ട് ഫീൽ ചെയ്ത അയാളുടെ പെർസ്പെക്റ്റീവില് ആ ഭീകരത ഫീൽ ചെയ്യാൻ അയാളുടെ ഉള്ളിലുള്ള അതിന്റെ ഇമാജിനേഷൻ അങ്ങനെയാണ്. ആ ഇമാജിനേഷൻ അയാൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അയാളുടെ ലൈഫ് സ്റ്റൈലിനാണ് കിട്ടിയത്. ആ ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ കുഞ്ഞുനാൾ മുതലേ ആരെങ്കിലും കടലിനെ പേടിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കടലിനോടുള്ള ഒരു പേടി, അത് എപ്പോഴെങ്കിലും കടലിലേക്ക് കാണുന്ന സമയത്ത് എപ്പോഴും ഒരു പേടി കൊടുത്ത് വളർന്ന ഒരാള് എപ്പോഴും ആ കടലിനോട് ഒരു വിരക്തി ഫീൽ ചെയ്യും. കടലിൽ ബീച്ചിൽ പോകാനോ ബീച്ച് കണ്ട് ആസ്വദിക്കാനോ അയാളെ കൊണ്ട് പറ്റൂല. കാരണം അയാളുടെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊരു വിഷയം പറയുമ്പോഴേക്കും നമ്മൾ ടെൻഷനായി. ഇതല്ല സ്ട്രെസ്. ടെൻഷൻ എന്ന് പറയുന്നത്, ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നമുക്ക് അതിന് സൈൻ ആയിട്ട് പല കാര്യങ്ങളേക്കും ഫീൽ ചെയ്യാം. അവിടെ നമുക്ക് ഒരു മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യും. അവിടെ നമുക്ക് ചില സമയത്ത് ഒരു ഭയങ്കര പേടി ഫീൽ ചെയ്യും. ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇരുന്നങ്ങനെ ആലോചിക്കും. ആങ്ഷ്യസ് ആണ് നമുക്ക് പറയാം, പക്ഷെ അതിന് കാരണം പ്രസന്റിൽ എന്തെങ്കിലും വിഷയം ആയിരിക്കണം എന്നില്ല. അതിന് കാരണം നമ്മുടെ പാസ്റ്റിലുള്ള ഏതോ ഒരു ടോപ്പിക്കിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. അതായത് എത്രയോ വെയിറ്റ് നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയും. ഒരു 10 കിലോനെ നമുക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുള്ളൂ എങ്കിൽ അതിനേക്കാളും വെയിറ്റ് ഉള്ള ഒരു സാധനത്തെ കൊണ്ട് താങ്ങി ജീവിതകാലം മൊത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളിൽ എപ്പോഴും ഒരു പേടിയും ഒരു ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം ഉണ്ടാവും. കാരണം അയാളുടെ വീക്ക്നെസ്, മെന്റൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തിനെ വീക്കായി കുറച്ച് അയാളുടെ ജീവന് എത്രത്തോളം അയാൾക്ക് ആയുസുണ്ടോ അത്രത്തോളം അതിനെ കുറച്ച് അയാൾ കൊണ്ടുവരും. എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം അത് കുറഞ്ഞു വരും. അപ്പൊ ഇതാണ് ഈ ഒരു കുട്ടികളുടെ സ്ട്രെസ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിനെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് പല ടോപ്പിക്കിന് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ സാർ. ഹായ്. എന്റെ പേര് ജസീന, ഞാൻ കോഴിക്കോട്ട് നിന്നാണ്. ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാണ്. എനിക്ക് അറിയേണ്ടത്, ഈ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ കാണുമ്പോൾ, ഇപ്പൊ എന്റെ സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് കുട്ടീനെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം, കുട്ടി എന്തൊക്കെയോ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അത് കുട്ടിയോട് ചോദിച്ചാൽ കുട്ടിക്കും ചിലപ്പോ അത് എന്താണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതെങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെ, അല്ലെങ്കിൽ കുട്ടിക്ക് എങ്ങനെയാണ് അത് തിരിച്ചറിയാൻ പറ്റുക? കുട്ടികൾക്ക് ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ സ്ട്രെസ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ സ്ട്രെസ് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് പലപ്പോഴും നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതായത് സെൽഫ് അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ ധാരണ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും നമ്മുടെ സ്ട്രെസ് എന്താണെന്നുള്ളതും നമ്മൾ എത്രത്തോളം ആങ്ഷ്യസ് ആണെന്നുള്ളതും ഒക്കെ ഒരു ധാരണ നമുക്ക് കൃത്യമായിട്ട് വരുള്ളൂ. അങ്ങനെ കൃത്യമായ ധാരണ വരുന്ന ഒരാൾക്ക് എപ്പോഴും സൊല്യൂഷൻസ് ഉണ്ടാവും. അത് സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ നല്ലൊരു ശതമാനം നമുക്കറിയാം. 90% ആളുകളും ഭയങ്കര സ്ട്രെസ്സിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സെൽഫ് അനാലിസിസ് ഇല്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ അവർക്ക് സെൽഫിൽ ഒരിക്കലും അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ കുറച്ച് ബോധ്യമുള്ള കുട്ടികളിലൊക്കെ മനസ്സിലാവും. ചിലർ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വീട്ടിലെന്തും പ്രശ്നങ്ങളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയില്ല. കാരണം ആരെങ്കിലും ഒക്കെ പറഞ്ഞ് അവർക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, ഇത് ഈ കാരണം കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു ബോധ്യത്തിനൊക്കെ ആയിരിക്കും പലപ്പോഴും അത് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ചിലപ്പോൾ അതന്നെ ആയിരിക്കണം എന്നില്ല അതിന്റെ റീസൺ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കുട്ടിയിലേക്ക് പ്രശ്നമുണ്ട്. ഓരോ പ്രായത്തിന് ഡിപ്പെൻഡ് ചെയ്യും. അത് ഇപ്പൊ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിയിൽ ഇങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം കാണുന്നുണ്ടെന്ന് തോന്നുമ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടികളുടെ പാരന്റ്സിനോട് സംസാരിച്ചാൽ മാത്രമാണ് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം, ആ കുട്ടിയോട് സംസാരിച്ചാൽ നമുക്ക് ഒരിക്കലും കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ കുട്ടിക്ക് അത് തിരിച്ചറിയാനോ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനോ കുട്ടിക്ക് പറ്റുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സ്ട്രെസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അതാണ്, വീക്കായ ഒരു പോയിന്റ് അതാണ്. നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ എനിക്ക് എവിടുന്ന സ്ട്രെസ് വന്നെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു വോഗായിട്ട് നമുക്കൊരു തലേന്ന് വരില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പാസ്റ്റ് മെമ്മറിയിലൊക്കെ കിടക്കുന്ന ഏതെങ്കിലും വൂണ്ടായി കിടക്കുന്ന ഒരു കാര്യം റിപ്പീറ്റഡ്ലി വന്ന് റിപ്പീറ്റഡ് ചിന്തകളിലൂടെയൊക്കെയാണ് നമുക്ക് ആ സ്ട്രെസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു ആങ്സൈറ്റി, ഇന്നലെ ഒരു സംഭവം നടന്നു, അതിനെ കൊണ്ട് ആയിരിക്കും ഇന്ന് ഒരു ഇമോഷൻ പോയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
അത് ഇന്നലെ നടന്നതാണെങ്കിൽ. 10 വർഷം മുമ്പ് നടന്നൊരു വിഷയത്തെ പറ്റി നമ്മൾ ചിലപ്പോൾ അത്ര ധാരണയിലായിരിക്കും ഉണ്ടാവുക. കാരണം അതിന്റെ ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് വെറുതെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവിടെ പാരന്റ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ മുമ്പിലാണെങ്കിലും കുട്ടികളുടെ സ്ട്രെസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പാരന്റ്സിനോട് സംസാരിക്കാറുള്ളത്. പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ പ്രശ്നങ്ങളും അവർ വീട്ടിലുണ്ടാകുന്ന അനുഭവങ്ങളും ഇതെല്ലാം കുട്ടിയിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇവര് സംസാരിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൽ നിന്നായിരിക്കും കുട്ടിയിലേക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. അതിലൂടെ പിന്നെ പലതരത്തിലുള്ള അബ്യൂസസ് കുട്ടിയിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് സ്ട്രെസ് ഉണ്ടാവും, പേടി ഉണ്ടാവും. അതിപ്പോ നമുക്കിപ്പോ പെൺകുട്ടികളാണ് അബ്യൂസസ് വരിക, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ചെറിയ പ്രായമുള്ളതാണ്, ചെറിയ കുട്ടികളാണ് അബ്യൂസസ് വന്നതാവും. അപ്പൊ വീട്ടിലത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ചില കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രോബ്ലംസിൽ നിന്ന് കുട്ടീന്റെ ഫിസിക്കൽ ആയുള്ള സ്പേസിലേക്ക്, ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് നടക്കുന്ന പല അനുഭവങ്ങൾ ഉണ്ടാവും. അത് മാത്രമേ ഒരു പക്ഷേ കുട്ടികൾക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇങ്ങനെ അബ്യൂസ് നടന്നു, അതിന്റെ ശേഷം സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിരുന്നു. അതും ഈ പറയുന്ന പോലെ മനസ്സിലാക്കാൻ ഈ പറയുന്ന ചെറിയ കുട്ടികൾ ഇപ്പൊ എന്താണ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിക്ക് ടീച്ചറിന്റെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ അബ്യൂസ് വന്നതിന് ശേഷമാണ് കുട്ടിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു വിഷയം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായി. കുട്ടിക്ക് അറിയില്ല അതൊരു ഫിസിക്കൽ അബ്യൂസ് ആണെന്നുള്ളത്, കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ കൃത്യമായ എഡ്യൂക്കേഷൻ കുട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് പ്രത്യേകിച്ച് അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. ബട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെയും ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, അങ്ങനെ ആക്കിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ചർച്ചകളിലൂടെയൊക്കെയാണ് അത്തരം വിഷയങ്ങളെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് പാരന്റ്സിലൂടെ മാത്രമാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു സർ. സർ, ഞാൻ രശ്മി എന്നാണ് എന്റെ പേര്. യെസ്, പറഞ്ഞോളൂ. ഞാൻ എറണാകുളത്തു നിന്നാണ്. സർ, ഈ OCPD കുറിച്ച് പറഞ്ഞല്ലോ, അധികം വൃത്തിയുള്ള കാര്യം. അപ്പൊ അത് നമുക്ക് അത് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അങ്ങനെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കണം, എപ്പോഴും മറ്റുള്ളവരും അതേപോലെ ചെയ്യണം ശഠിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് എങ്ങനെ നേർവഴിയിൽ അത് ഒന്ന് കുറച്ച് എന്താ നോർമൽ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും? അതിന്റെ കോഴ്സ് എവിടെ നിന്നാണ്? ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടാണ് കുട്ടി ചെയ്തിട്ടുള്ളത്? അല്ല, കുട്ടിയുടെ വീട്ടില് ഇപ്പൊ കുട്ടിയുടെ അമ്മ അച്ഛൻ അറിഞ്ഞിടത്തോളം അവര് കുറച്ചിങ്ങനെ വൃത്തിയോട് ഒരു ആഭിമുഖ്യമുള്ള കൂട്ടത്തിലാണ് എപ്പോഴും. അതായത് വീടൊക്കെ നീറ്റാക്കി വെക്കുകയും, ഇപ്പൊ സപ്പോസ് ഇപ്പൊ ചെറിയ കുട്ടികൾ വരികയാണെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ, അതൊക്കെ ഇങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് എപ്പോഴും എടുത്ത് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള, അതായത് വീടൊക്കെ ഇങ്ങനെ നല്ല എപ്പോഴും നീറ്റായിട്ടിരിക്കണം, എടുത്ത പോലെ ഇരിക്കണം, വെച്ചാൽ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് മാതാപിതാക്കള്. അപ്പൊ കുട്ടി പക്ഷെ കുറച്ച് വലുതായപ്പോ കുട്ടിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എല്ലാവരും ഒരേപോലെ വെക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ആകെ ഒരു പ്രശ്നമാണ്, കുട്ടി ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അത് ഇവിടുന്ന് ഈ കുട്ടിയോട് വൃത്തിനെ പറ്റിയിട്ട് മാതാപിതാക്കൾ കൊടുത്ത കമാൻഡുകൾ എന്തൊക്കെ അനുസരിച്ചാണ് അതൊക്കെ വന്നിട്ടുണ്ടാവുക. ഇപ്പൊ മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്, വൃത്തിനോട് നല്ല ഇതുള്ള ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ വൃത്തിനെ പറ്റിയിട്ട് കുട്ടിയിലേക്ക് കൊടുത്ത അറിവുകൾ എന്താന്നുള്ളതാണ്. അതിനനുസരിച്ചിരിക്കും കുട്ടികൾ ഈ ഫ്രസ്ട്രേഷൻ. കാരണം OCD എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഒബ്സഷൻ വരികയാണ്. ഇത് ചെയ്തത് ശരിയായിട്ടില്ല, അപ്പൊ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ തോന്നാം, വീണ്ടും അത് ചെയ്യാൻ തോന്നാം. അങ്ങനെ 3-4 തവണ ചെയ്യുക എന്നുള്ള രീതിയിലും ഒബ്സഷൻ വരും. രണ്ടാമത് ഇതിൽ കമ്പൾസീവ് ആവുക, അതായത് ചെയ്തേ പറ്റൂ, അങ്ങനെ നടന്നേ പറ്റൂ, അതൊരു കമ്പൾസീവ് ആയ ഒരു ഇഷ്യൂ വരികയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കുട്ടികളിൽ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ, അത് ഇപ്പൊ ഒരു ചെറിയ പ്രായമുള്ള ഒരു 10 വയസ്സിനുള്ളിലുള്ള കുട്ടികളിലാണ് അത് വരുന്നതെങ്കിൽ അച്ഛനോ അമ്മയോ ആരുടെ അടുത്തുനിന്നോ ഇത് നന്നായിട്ട് ഈ ഒരു കമാൻഡുകൾ കുട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു സാധാരണ വൃത്തി, സാധാരണ ഡിസിപ്ലിൻ ഒക്കെ ആണെങ്കിൽ ബേസിക് ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തോട്ട് ആ കുട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരോ ഒരാൾ സ്ഥിരമായിട്ട് അത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ആ ഏരിയയാണ്. ആ ഏരിയ ഫസ്റ്റ് കട്ട് ചെയ്യണം. ആരാണോ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി കൊടുത്ത് അത് സ്റ്റോപ്പ് ചെയ്യണം. കുട്ടീനെ കൃത്യമായ രീതിയിൽ തന്നെ അത് ചെറിയ രീതിയിലൊക്കെ ഉള്ള വൃത്തിനെ പറ്റിയിട്ടുള്ള ധാരണകൾ, അവയർനെസ് കുട്ടിക്ക് കൊടുത്ത് പ്രായത്തിനനുസരിച്ചാണ്. പിന്നെ ഒരു 10, 15 വയസ്സിനൊക്കെ മേലുള്ള കുട്ടികൾക്കാണ് പിന്നെ നമുക്ക് ഈ സൈക്കോ തെറാപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാത്ത കുട്ടികൾക്ക് സൈക്കോ തെറാപ്പീസ് ഒന്നും ചെയ്യേണ്ട, അവയർനെസ്സസ് മാത്രം കൊടുത്താൽ മതി. കുട്ടികളുടെ പ്രാക്ടിക്കൽ സൈഡ് മാത്രം ആ റൂട്ടീൻസിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കുക, കുട്ടിക്കും കൃത്യമായിട്ട് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ 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 ആ ചേഞ്ചസ് വരും. അത് നമ്മളൊരു ഇവാലുവേറ്റ് ചെയ്യുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ഒരു 10-15 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവിടെ നമ്മൾ സൈക്കോ തെറാപ്പീസ് വേണ്ടി വരും, CBT പോലെ സൈക്കോ തെറാപ്പീസ് വേണ്ടി വരും.
ഓക്കെ, താങ്ക് യു സർ. സർ യെസ് സർ കോഴിക്കോട് നിന്നാണ്. യെസ് പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസ് ഒരു വലിയ കുട്ടി, ഒരു 27 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്, അതായത് ഒരു MBBS ഒക്കെ കഴിഞ്ഞ കുട്ടി. പക്ഷെ കുറച്ചൊരു ഡിഫിക്കൽട്ട് പാരന്റിങ് കഴിഞ്ഞ് വന്നിട്ട് മദർ ഈ പറഞ്ഞ മാതിരി കുറച്ച് സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ കുട്ടി കുറച്ചൊരു ഹൈറ്റ്സിൽ എത്തണം എന്നുള്ള ഒരു നിർബന്ധം കാരണം എല്ലാം കുട്ടിക്ക് ചെയ്തു കൊടുക്കുക. MBBSന് സീറ്റ്, പേയ്മെന്റ് സീറ്റ് വാങ്ങി കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും കുട്ടി ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുട്ടി ആവശ്യപ്പെടാന്ന് പറഞ്ഞാല് വൺ വേർഡ് അല്ല, കുട്ടി കുറെ പ്രാവശ്യം ചോദിച്ചിട്ടാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ കുറച്ചൊരു ഡിഫിക്കൽട്ട് സ്റ്റേജിൽ എത്തി എന്ന് പറഞ്ഞാൽ കുട്ടി കുറച്ച് ലേസി ആണ്, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ആണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. മാരേജ് വേണ്ടാന്ന് പറയുന്നു. അങ്ങനെ ആവുമ്പോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഡീൽ ചെയ്യേണ്ടത്? ഇത് ശരിക്കും വൂണ്ടുകൾ തന്നെയാണ്. വൂണ്ട് ഹീൽ ചെയ്യണം. കാരണം കുട്ടിയിൽ ഇവിടെ ശരിക്കും മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് ഇതാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത്. ഇവിടെ കൗൺസിലിംഗ് മെത്തേഡിൽ നമുക്ക് ഏറ്റവും നല്ലത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡാണ്. കാരണം കുട്ടിയിൽ ഉണ്ടായ പ്രോഗ്രാമുകൾ ചേഞ്ച് ആവണം. ആ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ട്രോമകൾ, ആ ട്രോമകൾ നമ്മൾ ഹീൽ ചെയ്യാന്ന് പറയുമ്പോൾ ആ ട്രോമയിലേക്ക് പോയി ഓരോ അനുഭവങ്ങൾ എടുത്തിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ സെൽഫ് ലേണിംഗ് ഉണ്ടാവുന്നുള്ളൂ. ആ എക്സ്പോഷർ ഇല്ല. കാരണം മറ്റെല്ലാം ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എക്സ്പോഷർ ഇല്ല. കുട്ടിക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല, എക്സ്പോഷർ ഇല്ല. സോ ഫെയിലർ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഫെയിലറിലൂടെ കുട്ടിക്ക് പല പേടികളും പല സ്ട്രെസ്സുകളും കുട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവും, പലതരത്തിലുള്ള ബിലീഫ് സിസ്റ്റം കുട്ടിയിലുണ്ടാവും. അപ്പൊ ആ ഒരു പ്രായം ഒരു കാര്യം പറയട്ടെ. കുട്ടിയുടെ സൈഡ് കേൾക്കുവാണെങ്കിൽ കുട്ടി പറയുന്നത് കുട്ടി കുറെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്തത്, ഒന്നിനും ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു. അതെ, അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, പാരന്റ്സ് എല്ലാം കൊടുത്തു എന്ന് പറയുമ്പോ കുട്ടിക്കെല്ലാം കിട്ടി എന്നുള്ള ധാരണത്താൻ പാടുണ്ടോ? ഇല്ല. അല്ല, ആക്ച്വലി കുട്ടി പറയുന്നത് കുട്ടി ഫൈറ്റ് ചെയ്ത് നേടിയതാണ്. അപ്പോ ഈ നേടിയതിനോടൊക്കെ ഒരുമാതിരി ഗ്രഡ്ജോ അങ്ങനെ ഉണ്ടല്ലോ, കഷ്ടപ്പെട്ടാണൊക്കെ ഈ ആഗ്രഹിച്ചതൊക്കെ കിട്ടി എന്ന് പറഞ്ഞത് ആരാണ്? പാരന്റ്സ് ആണോ? പാരന്റ്സ് ക്ലെയിം ചെയ്യുന്നത് അവര് മാക്സിമം ഇപ്പൊ പെയ്ഡ് സീറ്റ് വാങ്ങിക്കൊടുത്തു, എല്ലാ ബുക്സുകളും വാങ്ങിക്കൊടുക്കണു, ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തത് കാരണം പുറത്തൊരു റൂം അറേഞ്ച് ചെയ്യണു, പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, മറ്റു കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഒരു 20+ സമയത്തുള്ള കാര്യങ്ങളല്ലേ, 18+ സമയത്തുള്ള കാര്യമാണ്. അതിന്റെ താഴെ ചെറുപ്പത്തിൽ അതിന് താഴേക്കും കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആണ് പാരന്റ്. ഈ കുറച്ചൊക്കെ എന്ന് പറയാം, നമുക്ക് അത് ക്ലാരിറ്റി വരുമ്പോ എങ്ങനെയായിരിക്കും അത് പറയാം. അതിന്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ മതി. അതായത് ശരിക്കും ആ ടൈമിൽ സ്ട്രിക്റ്റ് എങ്ങനെയായിരുന്നു, കുട്ടി അത് എങ്ങനെ ബാധിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സ്ട്രിക്റ്റ് ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോഴും മറ്റൊരാൾ അത് എങ്ങനെ കേട്ടതെന്നുള്ളത് നമ്മൾ അറിയുന്നതാണ്. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ, അത് ഞാൻ പറയുമ്പോ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ രണ്ടുപേരെ വെച്ച് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് രണ്ടുപേര് പ്രശ്നക്കാരാണ്, ഒരാളായിട്ട് ആദ്യം സംസാരിക്കുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇത് ഇത്രയല്ലേ ഉള്ളൂ. മറ്റേ കേൾക്കും, ആ പ്രശ്നം കിട്ടിയ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ ശരിയാണല്ലോ, ഇത്രയും ഉണ്ടല്ലോ. കാരണം ഇത് രണ്ടുപേരും ഇതിനെ എങ്ങനെയാണ് സമീപിച്ചത് അതിനനുസരിച്ചായിരിക്കും അവർക്ക് എങ്ങനെയാണ് അവരിലോ ഉള്ളിലേക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇത് എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ചായിരിക്കും അവരെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ സാധാരണ രീതിയിൽ പാരന്റിങ് നോർമലായിട്ട് കൊടുത്തു, എല്ലാവരും കൊടുക്കുന്നത് പോലെ സാധാരണ മകൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടി അത് എങ്ങനെയാണ് അബ്സോർബ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിലാണ് കുട്ടി ചെറുപ്പം മുതൽ അതിനെ കണ്ടിട്ടുള്ളത്, കുട്ടിക്ക് അത് കമ്പയർ ചെയ്യാനുള്ള ഏതെങ്കിലും സ്പേസ് ഉണ്ടായിട്ടുണ്ടോ? കുട്ടിയുടെ സുഹൃത്തുക്കൾ നല്ല നല്ല ഫാമിലി, അപ്പൊ കുട്ടി അത് വെച്ച് കമ്പയർ ചെയ്ത സ്വന്തം കുടുംബത്തെ കമ്പയർ ചെയ്തിട്ടുണ്ടോ? അതിനെന്തെങ്കിലും വൂണ്ടുകൾ ഉള്ളിൽ കിടപ്പുണ്ടോ? അതിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ ആ ഇമോഷൻസ് വളർന്നിട്ടുണ്ടാവുക. അപ്പോഴാണ് ചില കുട്ടികൾ പറയുന്നത് ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നേടിയാണ്, പാസീവ് അഗ്രഷൻ ആണത്. അത് പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ആ വീട്ടുകാരോട് നമുക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം വരിക, അവര് കാരണമാണ് എനിക്ക് നല്ലൊരു ലൈഫ് ഇല്ലാത്തത്, ഞാൻ സ്വന്തമായിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അവരെനിക്കൊന്നും തന്നിട്ടില്ല. പക്ഷെ പാരന്റ്സ് പറയുമ്പോൾ ഞങ്ങളുടെ ലൈഫ് വരെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് രണ്ട് സൈഡിൽ നിന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് വരാനുള്ള റീസൺ എന്താ വെച്ചാല്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയിലുള്ള എന്തോ ഒരു സ്ട്രെസ്, എന്തോ ഒരു മുറിവുകൾ ഉള്ളിലുണ്ട്. അതിന് കൃത്യമായി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ആളാണ് എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. സർ, ഞാനൊരു ഫൊർഗീവ്നെസ് തെറപ്പി കൊടുത്തു നോക്കി. അപ്പം ഫൊർഗീവ്നെസ് തെറപ്പി ഇല്ല, ഫൊർഗീവ്നെസ് കൊടുത്തപ്പോ, ഹലോ കേൾക്കാം പറഞ്ഞോളൂ. ഫൊർഗീവ്നെസ് കൊടുത്തു.
കൊടുത്തപ്പോ കുട്ടി ഫോർഗീവ് ചെയ്യാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ ആരും എന്നോട് ബുദ്ധിമുട്ടൊന്നും ആക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരെ ഇമാജിൻ ചെയ്യാനും ഒക്കെ പറഞ്ഞു നോക്കി. നമ്മൾ ഒരാളെ പോയിന്റ് ചെയ്ത് പറയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞില്ല, അവരോട് എടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു എന്നെ ആരും ഇതുവരെ അങ്ങനെ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്തിട്ടില്ല എന്നാണ് തെറപ്പി കഴിഞ്ഞതിന് ശേഷം കുട്ടി പറയുന്നത്. പക്ഷെ അതിന് മുന്നേ ഉള്ള ഒരു ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ മദറിനെ, അതായത് ഈ പറയുന്ന ആളുടെ മദറിനെ മറ്റ് കുട്ടികൾക്ക് പേടിയാണ്. എന്റെ ഉമ്മ ഉണ്ടോ എന്നാ ഞാൻ ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നു. അപ്പൊ പക്ഷെ ആ സാധനമൊക്കെ കുട്ടി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റില് ഈ മദർ സെൽഫ് മെയ്ഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു അഡ്മിറേഷനും ഉണ്ട്. ഉമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് എല്ലാ കാര്യങ്ങളും, ഉമ്മയാണ് ബ്രെഡ് ഏർണർ എന്നൊക്കെയുള്ള സാധനം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ വേറൊരു സൈഡില് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഒരു അത് സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോ എന്താണ്, ഇപ്പൊ നമുക്ക് ഒരുപാട് അൺക്ലിയർ ആയിട്ടുള്ള വിഷയങ്ങൾ അതിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാല് പാരന്റ്സ് എന്നുള്ളൊരു കംപ്ലീറ്റ് ഹിസ്റ്ററി അതിലുണ്ടാവും. പിന്നെ ഈ കുട്ടികൾ എന്നുള്ളൊരു കംപ്ലീറ്റ് ഹിസ്റ്ററിയിൽ എടുക്കണം. അതിൽ ഇൻ ഡെപ്തിലോട്ട് തന്നെ പോവാം. ഓരോ അനുഭവങ്ങളും കൃത്യമായി കീറി മുറിച്ച് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നതിലൂടെ തന്നെയാണ് കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുക. അത് കുട്ടിയുടെ എല്ലാ വെർട്ടിക്കലും ഉണ്ടോ, പാരന്റ്സ് മാത്രമല്ല, കുട്ടിയുടെ സറൗണ്ടിങ്സ്, എൻവയോൺമെന്റ്, നാച്ചുറൽ എല്ലാ വെർട്ടിക്കലിലെയും കുട്ടിയെ കംപ്ലീറ്റ് നമ്മൾ അസസ് ചെയ്യും. ആ അസസ് ചെയ്യുമ്പോൾ തന്നെ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ടെമ്പറമെന്റ്, നാച്ചുറൽ, പ്രകൃതം എന്താന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓക്കെ ഇന്ന സിറ്റുവേഷനിൽ കുട്ടി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഓക്കെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പിന്നെ ഈ ലിമിറ്റ് ചെയ്യുന്ന ബിലീഫ് സിസ്റ്റംസ് ആണ് ഇതൊക്കെ. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ എന്താണ് എന്നെ ഫൊഗീവ് ചെയ്യേണ്ട രീതിയിൽ ഇപ്പൊ ചില ആളുകൾ പറയും അങ്ങനെ താങ്ക്സ് എന്ന് എഴുതാൻ, ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ സന്തോഷം താങ്ക്സ് എന്ന് എഴുതാൻ അതിപ്പോ ആരും ഇല്ലല്ലോ, ആരോടൊപ്പം താങ്ക്സ് പറയാ. പിന്നെ നമ്മൾ താങ്ക്സിനെ പറ്റി ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ എഴുതി തുടങ്ങും. ഇതേപോലെ ഫൊഗീവ്നെസ്സും ഇങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കുട്ടിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം നേരത്തെ പറഞ്ഞ പാരന്റ്സ് പറഞ്ഞ പോലെ തന്നെ കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ലൈഫ് സ്റ്റൈലിനേക്കും കുട്ടീനെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതോ ആരെങ്കിലും ഒന്നും തടഞ്ഞതോ നേടിയെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്നും കുട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഫൊഗീവ്നെസ് ആലോചിച്ചപ്പോൾ കുട്ടിക്കൊന്നും പറയാത്തത്. ബട്ട് ഈ ഇമോഷൻ കിടക്കുന്നുണ്ടാവും ചില പാരന്റ്സിനോട് മാത്രമായിരിക്കും. അപ്പൊ അവര് അതെ, എക്സാക്ട്ലി, പാരന്റ്സിനോട് മാത്രമാണ്. അതെ, അങ്ങനെ പിന്നെ പാരന്റ്സിനോട് പിന്നെ എന്താ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് സർ, ഈ പാരന്റ്സിനോട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കുട്ടിക്ക് തന്നെ അറിയാം. വീട്ടിലുള്ള മറ്റെല്ലാവരോടും, ഇപ്പൊ ഈ മദറിന്റെ ഫ്രണ്ട്സിന്റെ മക്കളെടുത്തും മദറിന്റെ ഫ്രണ്ടിന്റെ മാരടുത്തുനിന്നൊക്കെ ഇവർക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ്. ഉമ്മാന്റെ അടുത്തൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഒരു അങ്ങനെയാണെങ്കിൽ അവരിന്ന് വന്ന എന്തോ ഒരു സിസ്റ്റം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കിപ്പോ എപ്പോഴാ കിട്ടിയെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷനിലൂടെ കുട്ടിയോട് സംസാരിച്ചും പാരന്റ്സിനോട് സംസാരിക്കും. പ്രത്യേകിച്ച് മദറാണ് കുട്ടിയെ കൂടുതലായിട്ട് റൈസ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളതെങ്കിൽ, അതിൽ പാരന്റിൽ ഏറ്റവും റോൾ ചെയ്തിട്ടുള്ളത് മദർ ആണെങ്കിൽ, ആ മദറിന്റെ ക്വാളിറ്റീസ് കംപ്ലീറ്റ് എടുക്കുമ്പോഴാണ് എവിടെയെങ്കിലും മദറിന്റെ ടോക്കുകൾ, സംസാരങ്ങൾ കുട്ടിയെ റെസ്ട്രിക്ട് ചെയ്തതോ, കുട്ടിയെ ഒരു എന്താണ് സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ ഇപ്പൊ സാക്രിഫൈസിന്റെ സ്റ്റോറി ടെല്ലിങ്, സ്ട്രഗിളിങ്ങിന്റെ സ്റ്റോറി ടെല്ലിങ്, ഇങ്ങനെയൊക്കെ നമ്മളുണ്ടല്ലോ. നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മാതാപിതാക്കൾ ഇങ്ങനെ സ്ട്രഗിളിന്റെ കുറെ കഥകൾ ഇങ്ങനെ പറയും. അപ്പൊ അത് മെല്ലെ മെല്ലെ മക്കൾക്ക് തലവേദനയായി മാറി തുടങ്ങും. നമ്മൾ ഇങ്ങനെ കുട്ടികൾ ഒരുപാട് സ്നേഹിക്കുമ്പോഴേ കഥ പറഞ്ഞ് സ്നേഹിച്ചു കൊടുക്കൂലേ, കണക്ക് പറഞ്ഞ് സ്നേഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കണക്ക് പറഞ്ഞ സ്നേഹങ്ങളൊക്കെ കുട്ടികൾക്ക് തലവേദനയായി മാറും. അങ്ങനെയുള്ള കണക്ക് പറഞ്ഞ് സ്നേഹിക്കുമ്പോഴും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ സൈഡ് എന്ന ആംഗിളിൽ നോക്കുകയാണെങ്കിൽ അവർ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ അവർ സ്നേഹിക്കുന്നില്ല, കണക്ക് പറച്ചിൽ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രഗിൾ, പ്രത്യേകിച്ച് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണെങ്കിൽ അത്തരം സ്റ്റോറി ടെല്ലിംഗ് ചിലപ്പോൾ അയാളിൽ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഊഹങ്ങൾ അങ്ങനെ നല്ലതല്ല, പക്ഷെ ഞാനിവിടെ അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഉള്ള സാക്രിഫൈസിന്റെ സ്റ്റോറീസും സ്ട്രഗിളിന്റെ സ്റ്റോറീസും കുട്ടികളോട് ഒരുപാട് പറയുമ്പോൾ മെല്ലെ മെല്ലെ അതൊരു പാസീവ് അഗ്രഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികൾക്ക് സ്വന്തം അമ്മയോടോ അച്ഛനോടോ വാല്യൂ കുറയും. കാരണം ഒരുപാട് സ്ട്രഗിളിന് പറയുമ്പോൾ സ്വന്തം കുട്ടിയെ വിലയിരുത്തുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും തുല്യമായിട്ടാണ് കുട്ടി അതിനെ അബ്സോർബ് ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഫാദർ കണക്ക് പറയുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് അത്ര ആ ഒരു എക്സ്പോഷർ അതിലുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് എൻ്റെ ഫാദർ അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയുന്നതൊക്കെ എനിക്ക് നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. കാരണം എൻ്റെ തോട്ട്സ് നെഗറ്റീവിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയിലുണ്ടായ മുറിവുകൾ അങ്ങനെ ചിലപ്പോൾ അമ്മ അറിഞ്ഞുകൊണ്ടോ, അമ്മ അതൊരു സിസ്റ്റം അങ്ങനെ തന്നെ ആവണം, കുട്ടി അങ്ങനെ മനസ്സിലാവണം ധരിച്ചിട്ടും ആയിരിക്കില്ല. ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ അങ്ങനെ പാരന്റിങ്ങിൽ വന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോ ആ ഒരു പാരന്റ്സിനോട് മാത്രമായിട്ടുള്ള കുട്ടിക്ക് ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക.
സോ അതെന്താന്നുള്ള പിന്നെ കുട്ടി ഒരു കാര്യം കൂടെ ഞാൻ സാറിനോട് ഇതിൽ ആഡ് ചെയ്യട്ടെ. ഇമോഷൻലെസ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. എക്സാം വരുമ്പോൾ ഒരു ഇമോഷനും ഇല്ല, ഒന്നിനോടും വലിയ പ്രത്യേകിച്ച് ഒരു ഇമോഷനും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എംപതി ആ വീട്ടുകാരോടില്ല. ഒരു ഫ്രണ്ട് മരിച്ചു ഇതിന്റെ ഇടയ്ക്ക്, MBBS പഠിച്ചുകൊണ്ടിരിക്കുക ഒരു ഫ്രണ്ട് മരിച്ചിട്ട് ആ കുട്ടി മരിച്ചത് കാരണം ഈ കുട്ടിക്ക് ട്രോമയായി മാറി, പാനിക് അറ്റാക്സ് ഒക്കെ വരാൻ തുടങ്ങി. ട്രോമ ഉണ്ട്, അത് അത്രയും സിംറ്റംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ട്രോമ ഉണ്ട്, നന്നായിട്ട് ട്രോമ കുട്ടിയിലുണ്ട്, അതെടുക്കണം. ഒരുപാട് ട്രോമ, കാരണം പാനിക് അറ്റാക്ക് വരുന്നു, കുട്ടി ഒരു കുഞ്ഞ് ഒരു സുഹൃത്ത് മരിക്കത്തില്ല, കുട്ടിക്ക് പാനിക് അറ്റാക്ക് വരുന്നു, ഡിപ്രസ്ഡ് ആവുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം കഴിഞ്ഞാല് ഒരുപാട് ഉള്ളിലേക്ക് നമുക്ക് ഇനിയും പോകാണ്ടെന്ന് മനസ്സിലാക്കാം. ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ആളുടെ ഉള്ളിൽ ഒരുപാട് ട്രോമ ഉണ്ട്, പുറത്തെത്തിയിട്ടില്ല. അത് നമുക്ക് ചിലപ്പോൾ പല മെത്തേഡിലൂടെ പുറത്തെടുക്കേണ്ടി വരും. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതായിരിക്കും? ഞാൻ ചെയ്യുന്നത് നോർമലി അവയർനെസ് ചെയ്യുക, ഭയങ്കര ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് സംസാരിക്കുക, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു സംസാരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ സംസാരിക്കുന്നത് ഒരു സംസാര രീതി ഉണ്ട്, നമ്മൾ ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷനുള്ള ഒരു സംസാര രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് കൊണ്ടുവരിക, നമ്മളിലേക്ക് കുട്ടിയെ മെല്ലെ മെല്ലെ ഒരു എനർജൈസർ ചെയ്യുന്ന, നമ്മളുടെ ആ കുട്ടിയിൽ നിന്ന് നമ്മളിലേക്ക് എനർജി ഫ്ലോ ചെയ്യുന്ന രീതിയിലുള്ള ഭയങ്കര ഒരു കണക്ഷൻ കുട്ടിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്ന ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട്, അതായത് നമ്മൾ ചിലപ്പോൾ ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കുട്ടിക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ കുട്ടി അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരും. ആ അനുഭവങ്ങൾ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം, നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഉണ്ടാവും കുട്ടിയുടെ വൂണ്ട് എവിടെ കിടക്കുന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ അതിനെ ഹീൽ ചെയ്യണം. ഇന്നർ ചൈൽഡ് ഹീലിംഗോ ഏതൊരു തെറപ്പി ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് അതിന് വേണ്ടത്. പക്ഷെ അതിന് യൂസ് ചെയ്യേണ്ട മെത്തേഡ് മൈൻഡ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ് എന്നതിന് പറയാം. മൈൻഡ് റീപ്രോഗ്രാമിംഗ്, മൈൻഡ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ് എന്നൊക്കെ പറയാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, സോ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു സമയത്ത് കൊണ്ട് നമുക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ എന്തായാലും നമുക്ക് ഈ ഒരു പാരന്റിങ് ടൈപ്പ് ഓഫ് ക്ലാസ്സുകളായിരിക്കും ഇനി എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും. മാക്സിമം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള പാരന്റിങ് സ്റ്റൈൽ ഓഫ് പാരന്റിങ്, ആർട്ട് ഓഫ് പാരന്റിങ് എന്ന് പറയുന്ന നമ്മളൊരു സെഷൻ ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്. അതിലുണ്ടാവും നമ്മൾ ഡീറ്റെയിൽഡ് ആയ എല്ലാ വേർഷൻസും. എന്നാലും കഴിവിന്റെ പരമാവധി കുറച്ച് ദിവസങ്ങളിലുള്ള എല്ലാ തിങ്കളാഴ്ചകളിലും മാക്സിമം നമുക്കൊരു പാരന്റിങ് സ്റ്റൈൽ ഓഫ് ടോപ്പിക്കുകൾ നമുക്ക് കൊണ്ടുവരാം. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണെന്ന് മനസ്സിലായതുകൊണ്ട് അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫ്രീ വെബിനാർ ചെയ്യാന്നുള്ള താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇനി അടുത്ത ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത എന്തെങ്കിലും ടോപ്പിക്കുകൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു സർ. Thank you. Thanks, sir.